ഹലോ മക്കളെ, വെൽക്കം ടു വേദാന്തു മലയാളം. എല്ലാവർക്കും വേദാന്തു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേരാണ് അശ്വിനി, ഞാൻ നമ്മുടെ ബാലാജി മാസ്റ്റർ ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ NCERT ക്യാപ്സ്യൂള് ഇങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെ കൊടുത്ത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ആൻഡ് ലൈക്ക് ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കുട്ടികൾ കൂടുതലാണ് അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ആക്ച്വലി ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇപ്പോഴേ റിവൈസ് ചെയ്ത് തുടങ്ങേണ്ട ഒക്കെ ഒരു സമയമാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ എന്തായാലും ഓൾറെഡി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ NCERT ക്യാപ്സ്യൂളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിന് പുറമെ ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇഷ്ടംപോലെ ചാപ്റ്റേഴ്സ് കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ NCERT നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ ഈ ബോർഡ് എക്സാമിനും അതേപോലെ തന്നെ NCERT റെഫർ ചെയ്ത് പഠിക്കുന്ന നീറ്റ് വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തന്നെ NCERT ക്യാപ്സ്യൂൾസ് തന്നു തുടങ്ങുന്നത്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ NCERT ലൈൻ ബൈ ലൈൻ റിവിഷൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ യൂഷ്വലി പറയാറുണ്ട്, അതായത് ഇപ്പോൾ NCERT ക്യാപ്സ്യൂൾ നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ NCERT എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ഒരു വലിയൊരു സമുദ്രം പോലെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തുടക്കം മുതൽ നമ്മൾ വായിച്ച് അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം ഞാൻ വരെ പഠിക്കുന്ന സമയത്ത് NCERT എടുത്ത് വെച്ച് വായിക്കുക എന്ന് പറയുന്നത് വലിയൊരു മടിയുള്ളൊരു കാര്യമായിരുന്നു. ഓക്കെ, അത് പിന്നെ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ക്ലാസ്സും കാര്യങ്ങളൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല, നമ്മൾ തന്നെയായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രയോ അധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ ഫിസിയോളജിയിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ തന്നിട്ടുള്ളത് ആ ചാപ്റ്റേഴ്സിൻ്റെ NCERT നിങ്ങൾക്ക് ഇതിനോടകം തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം അതിന് ഇനി അധികം സമയമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഡിസംബറിൽ നിങ്ങൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എക്സാം അങ്ങ് തീരും, ഡിസംബറും അങ്ങ് തീരും. ജനുവരി ഫെബ്രുവരി കഴിഞ്ഞ മാർച്ചിൽ നിങ്ങൾ ആ വലിയ എക്സാം അങ്ങോട്ട് എഴുതാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ +1 റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ +2 അവസാനത്തെ റിസൾട്ടിനെയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനെയും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ +1 നല്ല മാർക്ക് ഇപ്പോഴേ വാങ്ങുക, വെറുതെ അടുത്ത കൊല്ലത്ത് എന്നാൽ പിന്നെ +2 സ്കോർ ചെയ്യാം, ഞാൻ ഇത് അവിടെ എന്ത് ചെയ്തോളും, എന്തായത് ലൈക്ക് പരിഹരിച്ചോളും എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഒരു രീതിയിലും നമ്മൾ ഒരു മടിയും കാണിക്കാൻ പാടില്ല. അപ്പോൾ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ചിലപ്പം ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ട്സ് എഴുതുന്നുണ്ടാകാം. അപ്പോൾ അതെന്തായാലും നമുക്ക് വേണം. ഓക്കെ, PYQs ഒക്കെ നമ്മൾ ചെയ്യണം, മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യണം. അതിൻ്റെ പുറമെ നമ്മൾ NCERT വായിക്കണം. NCERT വായിക്കാതെ ഒരാളും നീറ്റ് JEE ക്വാളിഫൈ ആവാൻ പോകുന്നില്ല. ഓക്കെ, അതേപോലെ ബോർഡ് എക്സാം ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളും NCERT ആയിട്ടൊരു ടച്ച് വേണം, ഒരു കണക്ഷൻ വേണം. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ നന്നായിട്ടിത് വായിക്കണം. ഓക്കെ, അപ്പം മടിയൊക്കെ ഇനി മാറ്റി വെക്കുക. കാരണം ആ മടി മാറ്റാനാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെ മലയാളക്കരയിൽ അധികം ഒന്നും നിങ്ങൾക്ക് NCERT ക്യാപ്സ്യൂൾ കിട്ടാനുള്ള വേറെ ഓപ്ഷൻസ് ഒന്നും ഇപ്പം ഇതുവരെ ഇല്ല. സോ അങ്ങനത്തെ ഒരു ഐഡിയ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ചാപ്റ്റേഴ്സായിട്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ മുന്നേ എല്ലാവരും ഒന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, തുറന്ന് വെക്കുക, ഈ ചാപ്റ്റർ എടുത്ത് വെക്കുക. ആൻഡ് ഒരു പെന്ന്, പെൻസിൽ, ഹൈലൈറ്റർ പെന്ന് അല്ലെങ്കിൽ കളർ പെൻസ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് കൂടെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് അങ്ങ് പോവാം. ഓക്കെ, അപ്പം ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ഏതാണോ ദ ലിവിങ് വേൾഡ്. ഓക്കെ, ദ ലിവിങ് വേൾഡ് ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്, വളരെ ചെറിയ ചാപ്റ്ററാണ്. ഇതിലധികം ഒന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സ്ഥിതിക്ക് ഓരോ ലൈനിന്റെയും അർത്ഥമൊക്കെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം അല്ലേ. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്, ടാക്സോണമി കാറ്റഗറീസ്. ഇത് രണ്ടും മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടാക്സോണമി കാറ്റഗറീസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും ഈ ചാപ്റ്റർ നമുക്ക് റാഷണലൈസ്ഡ് ആണ്. അതായത് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ നമുക്ക് ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ NCERT എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ നമുക്കുള്ളത് ടാക്സോണമി കാറ്റഗറീസ് മാത്രമാണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ പുറമെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പം നമുക്ക് മെല്ലെ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, ദ ലിവിങ് വേൾഡ്. ഓക്കെ, അപ്പം നമ്മളെ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് എത്ര മനോഹരമാണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെ ഭൂമി ഇങ്ങനെ
എന്താ പറയുക, ഇങ്ങനെ വാസ്റ്റ് ആയിട്ട് കിടക്കുകയാണ് അല്ലെ. ഒരു ഗോളമാണെങ്കിൽ പോലും അത്രയധികം ജീവജാലങ്ങൾ നമ്മളെ ഭൂമിയിലുണ്ട് അല്ലെ. കുറെ പ്ലാന്റ്സും അനിമൽസും ഇൻസെക്ട്സും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് നമ്മളെ ഭൂമിയിലുള്ളത്. അതാണ് നമ്മളെ ഭൂമിയെ ശരിക്കും എന്താക്കുന്നത്, സുന്ദരമാക്കുന്നത്. അപ്പൊ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ധാരാളം ലിവിങ് ബീങ്സ് ഉള്ള, ലിവിങ് തിങ്സ് ഉള്ള ആ ഒരു ഭൂമി, അതാണ് നമ്മളെ ലിവിങ് വേൾഡ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, അപ്പം നമ്മളെ ഭൂമിയിൽ കാണുന്ന വൈഡ് വെറൈറ്റീസ് ഓഫ് ലിവിങ് ടൈപ്സ് എന്ന് പറയുന്നത് ഒരു ആശ്ചര്യമാണ്, ഒരു അതിശയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പോഴും നമ്മുടെ നാസയൊക്കെ ഇഷ്ടംപോലെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അതായത് നമ്മുടെ പുറമേയുള്ള എത്രയോ ഗ്രഹങ്ങളിലൊക്കെ ചിലപ്പോൾ ജീവൻ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. പണ്ട് മുതലുള്ള ഒരു യൂണിവേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, അതായത് ജീവന്റെ ഉത്ഭവവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് നമ്മളെ ഭൂമിയിലാണ്. പണ്ടുണ്ടായിരുന്ന ജീവജാലങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള പുതിയ ജീവികളാണ് ഇപ്പൊ നമ്മളെ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അപ്പൊ നമ്മളെ ഭൂമി എന്ന് പറയുന്നത് എത്രത്തോളം മനോഹരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതേപോലെ ഒരൊറ്റ ഹാബിറ്ററ്റ് ആണോ നമ്മളെ ഭൂമിയിലുള്ളത്? ഒരൊറ്റ ഹാബിറ്ററ്റ് ആണോ? അല്ല, ഇഷ്ടം പോലെ എക്സ്ട്രാ ഓർഡിനറി ഹാബിറ്ററ്റ്സ് ആണുള്ളത് അല്ലെ. കടലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കരയുണ്ട്, നമുക്ക് പല ടൈപ്പ് ഹാബിറ്ററ്റ്സ് ഉണ്ട്. ആ ഓരോ ഹാബിറ്ററ്റിലും ജീവിക്കുന്ന പലതരത്തിലുള്ള ജീവജാലങ്ങളും നമുക്ക് നമ്മളെ ഭൂമിയിൽ കാണാൻ പറ്റുന്നു. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നല്ല തണുപ്പുള്ള പർവ്വത നിറങ്ങളുണ്ട് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് കാടുകളുണ്ട്, സമുദ്രങ്ങളുണ്ട്, ശുദ്ധജല സ്രോതസ്സുകളുണ്ട്, പിന്നെ ഡെസേർട്സ് ഉണ്ട്, ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. ഇതെല്ലാം ഭയങ്കര മനോഹരമാണ്. അത് ഓരോ ഹാബിറ്ററ്റിനോടും അഡാപ്റ്റ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ധാരാളം ജീവജാലങ്ങളും നമ്മളെ ഭൂമിയിലുണ്ട് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഗലോപ്പിംഗ് ഹോഴ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ ഒരു മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ആകാശത്തേക്ക് പോയി നോക്കിക്കുമ്പോൾ ഇഷ്ടംപോലെ ബേർഡ്സ് ഇങ്ങനെ ഒറ്റയടിക്ക് പറന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കും അല്ലെ. എന്ത് ഭംഗിയാണ്. അതുപോലെ എത്രയധികം നല്ല സുന്ദരമായ പൂക്കളുണ്ട്. ആൻഡ് നമുക്കറിയാം, ഇപ്പൊ ഷാർക്ക്, ഇപ്പൊ നമുക്ക് ഒരു എന്താ പറയുക, സ്രാവ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ലൈക്ക് അവരെ നമുക്ക് പേടിയാണ്. കാരണം കടലിലൊക്കെ ഓരോ മുന്നിൽ പെട്ടുപോയാൽ നമ്മളെ കഥ തീർന്നു എന്നാണ് പറയാം. പക്ഷെ എങ്കിൽ പോലും അതിനും ഒരു എന്തുണ്ട്, സൗന്ദര്യമുണ്ട് അല്ലെ. യെസ്, അതിനും ഒരു സൗന്ദര്യമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മളെ എക്കോസിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ ധാരാളം ഓർഗാനിസംസ് ഉണ്ട്. അവരുടെ ഇടയിലൊക്കെ കുറെ കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഭൂമിയിൽ നിലനിന്ന് പോകുന്നത് അല്ലെ. അതായത് ഒരു പോപ്പുലേഷൻ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ആ പോപ്പുലേഷനിലുള്ള അംഗങ്ങൾ പരസ്പരം ചിലപ്പോൾ അടി ഉണ്ടാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ പരസ്പരം സഹകരിക്കുന്നുണ്ടാവും. എങ്ങനെയായാലും ആ പോപ്പുലേഷൻ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഓക്കെ, യെസ്, അതൊരു പോപ്പുലേഷനിലെ ആൾക്കാർ പരസ്പരം ആവണമെന്നില്ല, അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരസ്പരം ആവണമെന്നില്ല. ചിലപ്പം ഡിഫറെന്റ് പോപ്പുലേഷൻസ് തമ്മിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് തമ്മിലായിരിക്കും. അതെങ്ങനെ വേണമെങ്കിലും വരും. ഓക്കെ, അപ്പോൾ ഒരു പോപ്പുലേഷനോ ഒരു കമ്മ്യൂണിറ്റിയോ എന്തോ ആയിക്കോട്ടെ, അത് ഒന്നില്ലെങ്കിൽ ഒരു കോപ്പറേഷനിൽ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിലായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, നിങ്ങളൊരു സെല്ല് എടുത്ത് നോക്കുക കേട്ടോ. ഒരു സെല്ല്, ഒരൊറ്റ കോശം എടുത്ത് നോക്കുക. ആ കോശത്തിന്റെ ഉള്ളിൽ എത്രയധികം മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു സെല്ല് എടുത്ത് നോക്കിയാൽ എത്രയധികം സെൽ ഓർഗനൽസ് ഉണ്ട്. എത്രയധികം സെൽ ഓർഗനൽസ് ഉണ്ട്. മൈറ്റോകോൺട്രിയ ഉണ്ട്, ഗോൾജി ബോഡീസ് ഉണ്ട്, എന്താ പറയാ, റൈബോസോംസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സെൽ ഓർഗനൽസ് ഉണ്ട് അല്ലെ. കുറെ മോളിക്യൂൾസ് ഉണ്ട് അല്ലെ. ആ മോളിക്യൂൾസ് ഒക്കെ ഒരു സെല്ലിന്റെ ഉള്ളിൽ അത്രയധികം പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഈ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് അധികമായിട്ട് ചിന്തിക്കേണ്ടത് അല്ലെ. എന്താണത്? ഒന്ന് ടെക്നിക്കൽ വൺ. ഓക്കെ, ടെക്നിക്കൽ വൺ, അതായത് ലൈക്ക് എന്താണ് നമ്മളെ ഈ ഒരു ജീവൻ, അല്ലെങ്കിൽ എന്താണ് ജീവനും ജീവനില്ലാത്തൊരു വസ്തുവും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ലിവിങ് തിങ് എങ്ങനെ നോൺ ലിവിങ് തിങ്ങിനെ ഒപ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർ പരസ്പരം സഹകരിക്കുന്നു, അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നമുക്ക് വേണമെന്ന് വിചാരിക്കാം. എന്താണ് ലൈഫിന്റെ പേർപ്പസ്? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ലൈഫ്? എന്താണ് ലൈഫിന്റെ പേർപ്പസ്? എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്തിനാണ് നമുക്കൊരു ജീവൻ ഉള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ ആകെ ഉത്തരം മുട്ടിപ്പോകും. കാരണം നമുക്കൊന്നും അതിന് കൃത്യമായിട്ട് ഒരു ആൻസർ കൊടുക്കാൻ കഴിയില്ല അല്ലെ. യെസ്, സോ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഒരു ആൻസർ വേണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? വാട്ട് ഈസ് ലിവിങ്ങിലേക്ക് പോവാം. ഓക്കെ, എന്താണ് ജീവൻ, എന്താണ് ജീവജാലങ്ങൾ, വാട്ട് ഈസ് ലിവിങ് ഒക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമ്മളെ ഭൂമി ഉണ്ടാക്കിയിട്ടുള്ളത് കുറെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സിനെ കൊണ്ടാണ് അല്ലേ. ലിവിങ് തിങ്സ് മാത്രം നമ്മളെ ഭൂമിയിലുള്ളോ? അല്ല, ലിവിങ് ഓർഗാനിസംസും ഉണ്ട്, അതുപോലെ കുറെ നോൺ ലിവിങ് തിങ്സും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളെ ഭൂമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് കൂട്ടരെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ വിചാരിക്കുക എനിക്ക് നോൺ ലിവിങ് തിങ്സിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ലിവിങ് തിങ് ആണ്, സോ ഭൂമിയിൽ ലിവിങ് തിങ്സ് മാത്രം പോരെ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ?
ഒരിക്കലും ശരിയാവില്ല. എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം നോൺ ലിവിങ് ആണ്. മണ്ണ് വേണം, നമുക്ക് എയർ വേണം, ഇതൊക്കെ വേണം. സോ ലിവിങ്ങും നോൺ ലിവിങ് തിങ്സ് പരസ്പരം ഇന്ററാക്ട് ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ലിവിങ് മാത്രം ഉണ്ടായിട്ടോ നോൺ ലിവിങ് മാത്രം ഉണ്ടായിട്ടോ കാര്യമില്ല. സോ ഇത് രണ്ടും കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഭൂമി ഇത്ര ബ്യൂട്ടിഫുൾ ആവുന്നത്. ഓക്കെ, യെസ്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് കേട്ടോ. അടുത്തതാണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. നമ്മളെ ലിവിങ് വേൾഡിലുള്ള ഡൈവേഴ്സിറ്റി. അതെന്താ ഡൈവേഴ്സിറ്റി? ഒന്ന് ചുറ്റിലും നോക്കിക്കേ. നിങ്ങളിപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ആ ജനലൊന്ന് തുറന്നു വെച്ചിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്ന് നിങ്ങൾ നോക്കിക്കേ. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വൈഡ് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസിനെ കാണാൻ പറ്റും അല്ലേ? ഇപ്പൊ നിങ്ങളെ വീട്ടുമുറ്റത്ത് ചിലപ്പം നട്ടുവെച്ച ചെടികൾ ഉണ്ടാകും അല്ലെ? നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ കുറെ ഇൻസെക്ട്സിനെ അല്ലെ, ചിലപ്പോൾ ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻസെക്ട്സിനെ കാണാൻ പറ്റും. ആൻഡ് പുറത്ത് മരങ്ങളെ മേലെയൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുരുവിയായിട്ട് അല്ലെ കുറെ ബേർഡ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ കുറെ പെറ്റ്സ്, ഡോഗോ കാറ്റോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാകാം അല്ലെ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പുറത്തിറങ്ങി നോക്കിയാൽ നമുക്കവിടെ മനുഷ്യരല്ലാത്ത എത്രയോ അധികം വൈഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയാം. അതായത് വൈഡ് റേഞ്ച് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അതും ഒരേ ടൈപ്പ് അല്ല, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇതിനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയാ അല്ലെ? എല്ലാ ഓർഗാനിസംസിനെയും നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിനെ കൊണ്ട് കാണാൻ പറ്റുമോ? എല്ലാ ഓർഗാനിസംസും നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുവോ? ഇല്ല. ഇപ്പൊ ഞാൻ ഈ ഒരു പെന്ന് തൊട്ട് നിൽക്കുന്നുണ്ട് അല്ലെ? ഈ പെന്നിൽ എത്രയോ അധികം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എന്റെ കയ്യിൽ എത്രയോ അധികം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എന്റെ ചുറ്റിലും എത്രയോ അധികം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ, നമുക്ക് നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണാത്ത എത്രയോ അധികം ഓർഗാനിസംസ് ഉണ്ട്. ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട് അല്ലെ? പല ടൈപ്പ് പാത്തജൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ചുറ്റും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളെ ഏരിയ അങ്ങോട്ട് വലുതാക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഏരിയ അങ്ങോട്ട് വലുതാക്കുന്നു, അതായത് ഏരിയ ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ ഒബ്സർവേഷൻസ് അതിൽ നിന്ന് തന്നെ കിട്ടും അല്ലെ? യെസ്. ആൻഡ് നോക്കിക്കേ, വൈഡ് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഏരിയ വലുതാക്കിയാൽ കൂടുകയാണോ കുറയാണോ ചെയ്യാം? അതായത് ഞാൻ ആദ്യം ഇത്രയുള്ള ഏരിയ ഒബ്സർവ് ചെയ്യണം. ഇത്രയുള്ള ഏരിയ ഞാൻ നോക്കി. അപ്പൊ എനിക്കൊരു 10 പ്ലാന്റ്സ്, 10 ആനിമൽസ്, 10 ഇൻസെക്ട്സ് ഒക്കെ കിട്ടി. ഞാൻ അതൊന്നും കൂടി വലുതാക്കി. ഇവിടെ എനിക്ക് എത്രയായിരിക്കും കിട്ടുക? 10 അല്ല, 20 അല്ല, ചിലപ്പോൾ 100 ആയിരിക്കും കിട്ടുക അല്ലെ? ചിലപ്പോൾ ഓരോ വെറൈറ്റി ഓഫ് ഓർഗാനിസവും 100 വീതം ഉണ്ടാവും. അപ്പൊ ഏരിയ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച്, ലാൻഡ് ഏരിയയോ വാട്ടറോ എന്തോ ആയിക്കോട്ടെ, ഏരിയ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് വൈഡ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസും കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊരു ഡെൻസ് ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് നല്ല കൊടും കാട് അല്ലെ? കൊടും കാട് നിങ്ങൾ വിസിറ്റ് ചെയ്യാണ്. ഒരു കൊടും കാട്ടിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് എന്തായാലും ലാർജ് ഗ്രേറ്റർ നമ്പർ ഓഫ് ലിവിങ് ഓർഗാനിസംസിനെ കാണാനായിട്ട് പറ്റും അല്ലെ? യെസ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാകും, ആനിമൽസ് ഉണ്ടാകും, പല ടൈപ്പ് ഓർഗാനിസം ഉണ്ടാകും, കണ്ണിൽ കാണാത്തതായിട്ടുള്ള ജീവികളും ഉണ്ടാകും അല്ലെ? ആൻഡ് ഇവർ ഓരോരുത്തരും റെപ്രസെന്റ് ചെയ്യുന്നത് സ്പീഷീസ് ആണ്. ഇവർ ഓരോരുത്തരും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സ്പീഷീസ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു കാട്ടിൽ പോയാൽ കടുവേനെ കാണാൻ പറ്റുന്ന ഒരു സ്പീഷിയാണ് അല്ലെ? അതേപോലെ തന്നെ ലയണിനെ കാണാൻ പറ്റിയ ഒരു സ്പീഷിയാണ്. കാറ്റ്, ചിലപ്പം കാട്ടുപൂച്ചയൊക്കെ ഉണ്ടാകും, കാട്ടുപോത്തുണ്ടാവും അല്ലെ? പല ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ടാകും, ട്രീസ് ഉണ്ടാകും, ഷ്രബ്സ് ഉണ്ടാകും. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അവിടെ കാണുന്ന, അല്ലെങ്കിൽ കാട്ടിൽ തന്നെ ആവണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾ അവിടെ കാണുന്ന ജീവജാലങ്ങളിൽ ഓരോന്നും ഓരോ സ്പീഷീസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പൊ മൊത്തത്തിൽ നമ്മളെ ഭൂമി എടുത്ത് നോക്കുകയാണെങ്കിൽ എത്രത്തോളം സ്പീഷീസിനെയാണ് ഇതുവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്? എത്ര സ്പീഷീസിനെയാണ് നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ഊഹം ഉണ്ടോ? എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ആണ് ഇപ്പം ഭൂമിയിൽ അറിയപ്പെടുന്നത്? ഓക്കെ, അത് അതിന്റെ ആ ഒരു ഫ്രീക്വൻസി എന്താ, അല്ലെങ്കിൽ റേഞ്ച് എന്താ? ഇറ്റ് ഈസ് ബിറ്റ്വീൻ 1.7 to 1.8 മില്യൺ. അതായത് നമ്മൾ ഇതുവരെ നമ്മളെ ഭൂമിയിൽ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള അറിയപ്പെടുന്നതായിട്ടുള്ള സ്പീഷീസ് 1.7 to 1.8 മില്യൺ ആണ്. എത്ര വലിയ നമ്പറാ! അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയധികം ഉണ്ടല്ലേ?
എടാ ഇതൊക്കെ വളരെ ചെറുതാണ് കേട്ടോ. കണ്ടുപിടിക്കാൻ ഇനി എത്രയോ മില്യൺസ് ഓഫ് സ്പീഷീസ് കിടക്കുകയാണ്. നമുക്ക് ഇപ്പോഴും അവരെ അറിയില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അല്ല, ഇപ്പോഴും നിങ്ങൾ ശരിക്കും പറഞ്ഞ റിസർച്ച് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസൊക്കെ കാണാൻ പറ്റും. പുതിയ ഒരു ഇനത്തിനെ കണ്ടുപിടിച്ചു, പുതിയ സ്പീഷീസിനെ കണ്ടുപിടിച്ചു, അതിന് ഇത്ര പേര് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇപ്പോഴും നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ 1.7 to 1.8 മില്യൺ സ്പീഷീസ് ആർ നോൺ, ബട്ട് സ്റ്റിൽ എത്രയോ അധികം സ്പീഷീസ് ആർ അൺനോൺ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് എത്ര നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, ഓക്കെ, എത്ര നമ്പർ ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, എത്ര ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഭൂമിയിലുണ്ട്, അതാണ് ബയോഡൈവേഴ്സിറ്റി. എന്താ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് ബയോഡൈവേഴ്സിറ്റി? എന്താ ബയോഡൈവേഴ്സിറ്റി? നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഓൺ എർത്ത്, അല്ലേ? യെസ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇതൊരു ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഇതൊരു അക്വാട്ടിക് ഏരിയ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതൊരു ഏരിയ ആണ്. ഇവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് ഒബ്സർവ് ചെയ്തു, ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി കണ്ടുപിടിക്കണം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾ ഇത് വന്നിട്ടൊന്ന് ഒബ്സർവ് ചെയ്തു. ഒബ്സർവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ 10 തരം ഓർഗാനിസംസ് ഉണ്ട്, 10 ടൈപ്പ്. പട്ടി, പൂച്ച, പോത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു 10 ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. ഓരോ ഓർഗാനിസത്തിന്റെയും എണ്ണം നിങ്ങൾ എടുക്കും. അതായത് ഡോഗ് മൊത്തം ഒരു 25 എണ്ണം, കാറ്റ് മൊത്തം ഒരു 55 എണ്ണം, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ നമ്പർ എടുക്കും. അപ്പൊ ഈ ഏരിയയുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്ര ഇനം ഓർഗാനിസംസ് ഉണ്ട്, എത്ര ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്, ആൻഡ് ഓരോ ഓർഗാനിസവും എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ബയോഡൈവേഴ്സിറ്റി. അത് നമ്മൾ ഒരു ഏരിയൻ്റെത് സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത്, നമ്മൾ ഹോൾ ഭൂമിയുടേതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയ പുതിയ ഏരിയാസ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും, അല്ലെ? പുതിയ പുതിയ ഏരിയാസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മൾ പുതിയ പുതിയ ഓർഗാനിസംസിനെ നമുക്ക് പുതിയ പുതിയ ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മില്യൺസ് ഓഫ് പ്ലാന്റ്സും മില്യൺസ് ഓഫ് ആനിമൽസും നമ്മളെ ഭൂമിയിലുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലം, ഇപ്പൊ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, എന്റെ സ്ഥലം, അവിടെ ചില പ്ലാന്റ്സും ചില ആനിമൽസും ഒക്കെ ഉണ്ടാവും. അവരെ ഞാൻ എന്ത് പേരിലാണ് വിളിക്കുക? എന്താ വിളിക്കുക? നമ്മളെ ലോക്കൽ നെയിം ഇട്ടിട്ടല്ലേ വിളിക്കുക. ഇപ്പൊ എന്റെ ഭാഗത്ത് എനിക്ക് സാർഡൈൻ കിട്ടും, ഞാൻ അതിനെ മത്തി എന്ന് വിളിക്കും. ചില ആൾക്കാർ അതിനെ ചാളാന്ന് വിളിക്കാതെ അവരെ ഏരിയ അനുസരിച്ചാണ്. അപ്പൊ നമ്മള് ഒരു പ്ലാന്റിനെയും അനിമലിനെയും പേരിടുന്നത്, നമ്മൾ ലൈക്ക് പേര് വിളിക്കുന്നത് നമ്മൾ ആ ഒരു ലോക്കൽ നെയിം വെച്ചിട്ടായിരിക്കും. നമ്മൾ ഏത് ഏരിയയിലാണോ അതിനനുസരിച്ചുള്ള ഒരു ലോക്കൽ നെയിം എന്തായാലും പ്ലാന്റ്സിനും അനിമൽസിനും ഉണ്ടാകും. പക്ഷെ ഇതെന്തല്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെർമനന്റ് അല്ല, അല്ലെങ്കിൽ എന്താ നമ്മൾ ഇതിന് പറയുക, ഫിക്സഡ് അല്ല, അല്ലെ? അതാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്. അതായത് ഞാനിപ്പം കോഴിക്കോട് നിന്നിട്ട് ഞാൻ അതിനെ മത്തി എന്ന് വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആലപ്പുഴയിൽ എന്റെ അച്ഛന്റെ വീട്ടുകാരുണ്ട്, അവരെന്തായിരിക്കും അതിനെ വിളിക്കുക? ചാളാന്നാണ് വിളിക്കുക, അല്ലെ? അപ്പം ലോക്കൽ നെയിം എന്ന് പറയുമ്പം ആ ലോക്കൽ ഏരിയ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഒരു ഓർഗാനിസത്തിന്റെ പേര് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനനുസരിച്ച് അവരുടെ ആ ഒരു ലോക്കൽ നെയിം, ഒരു വിളിപ്പേര് മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് അത് ഇപ്പൊ കേരളത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു പ്ലാന്റിന്റെ പേര് എന്താണോ അത് തന്നെ ആവണമെന്നില്ല അങ്ങ് ബംഗാളില്, അത് തന്നെ ആവണമെന്നില്ല അങ്ങ് അമേരിക്കയില്. അപ്പൊ എല്ലാം അവരുടെ ഏരിയയ്ക്ക് അനുസരിച്ചാണ് അവർ പേരിടുന്നത്. അതായത് അവർ ഏതൊരു സ്ഥലത്താണോ താമസിക്കുന്നത് ആ സ്ഥലത്ത് അതിനൊരു വിളിപ്പേരുണ്ടാവും, ഒരു ലോക്കൽ നെയിം ഉണ്ടാവും. അത് ഏരിയ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ നിലനിൽക്കും, അല്ലെ? ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കൂലേ? ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ചേട്ടാ എനിക്കൊരു കിലോ മത്തിതാന്ന് പറയും. ചിലപ്പോൾ ഞാൻ അങ്ങ് ആലപ്പുഴ പോയിട്ട് ചേട്ടാ എനിക്കൊരു കിലോ മത്തിതാന്ന് പറയുമ്പോൾ അവർ ചോദിക്കും മത്തിയോ, എന്ത് മത്തി? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കണം, അല്ലെ? ഇത് ഇങ്ങനത്തെ സാധനം, ഇങ്ങനെ കുറച്ച് മുള്ളൊക്കെ ഉള്ള സാധനം, ഒരു മീൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, സോ ഈ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കും. ഇത് കേരളത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എത്രത്തോളം നിൽക്കും, ലോകത്ത് എത്രത്തോളം നിൽക്കും? നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയാൽ പേര് മാറുന്നു, അതുകൊണ്ട് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, യെസ്. അപ്പൊ ഓരോ ഓർഗാനിസത്തിനെയും നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം. ഇത് അത്ര ശരിയില്ല ഏർപ്പാടല്ല. ഇപ്പൊ ഓർഗാനിസത്തിന് ഇങ്ങനെ പല പേരുകൾ കിട്ടുന്നത് അത്ര ശരിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ പേര് അശ്വനിയാ, അല്ലെ? അത് എന്റെ ഒരു ഫിക്സഡ് നെയിമാണ്. ഞാൻ അമേരിക്കയിൽ പോയാലും പേരെന്താന്ന് ചോദിച്ചാൽ ഐ വിൽ ടെൽ ദാറ്റ് മൈ നെയിം ഇസ് അശ്വിനി. ഓക്കെ, അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഫിക്സഡ് നെയിം വേണ്ടേ? സോ നമ്മൾ എന്ത് ചെയ്യും? ലിവിങ് ഓർഗാനിസംസിന്റെ പേര് സ്റ്റാൻഡർഡൈസ് ചെയ്യും. എന്ത് ചെയ്യും? ലിവിങ് ഓർഗാനിസംസിന്റെ പേര് സ്റ്റാൻഡർഡൈസ് ചെയ്യും.
അപ്പൊ ഒരു ഓർഗാനിസത്തിന് ഒരു പ്രത്യേക പേരുണ്ടാകും. അത് ഭൂമിയിൽ ഏത് സ്ഥലത്ത് പോയാലും, നമ്മൾ വേൾഡിൽ ഏത് സ്ഥലത്ത് പോയാലും അതേ പേരിൽ മാത്രമേ അവര് അറിയപ്പെടുന്നുള്ളൂ. ഓക്കെ, അതായത് ഞാന് മാങ്ങേനെ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് കേരളത്തിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, ബംഗാളിലും അത് മാഞ്ചിഫറ ഇൻഡിക്കയാണ്, അമേരിക്കയിലും അത് മാഞ്ചിഫറ ഇൻഡിക്കയാണ്, ജപ്പാനിലും അത് മാഞ്ചിഫറ ഇൻഡിക്കയാണ്. അപ്പൊ ഒരു ഓർഗാനിസത്തിന് ഒരു ഫിക്സഡ് നെയിം കിട്ടുകയാണ്. ദാറ്റ് ഈസ് സ്റ്റാൻഡർഡൈസിങ് ദ നെയിം ഓഫ് ലിവിങ് ഓർഗാനിസംസ്. അതായത് ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് നമ്മളൊരു ഫിക്സഡ് നെയിം കൊടുക്കും. അത് യൂണിവേഴ്സൽ നെയിം ആയിരിക്കും. എന്താണ്? യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിം ആയിരിക്കും. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിം. ഓക്കെ, ലോകത്ത് എവിടെ പോയാലും ഈ ഓർഗാനിസം അറിയപ്പെടുന്നത് ഈ ഒരു പേരിൽ തന്നെ ആയിരിക്കും. അത് ലോക്കൽ നെയിം അല്ല, ഇറ്റ് ഈസ് എ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിം. ആ നെയിമിനെ നമുക്ക് സയന്റിഫിക് നെയിം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? സയന്റിഫിക് നെയിം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബയോളജിക്കൽ നെയിം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ബയോളജിക്കൽ നെയിം എന്ന് വിളിക്കാം. ഓക്കെ, യെസ്, ഇറ്റ് ഇസ് ഫിക്സഡ്, ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. ലോക്കൽ നെയിം നിങ്ങൾ അതിനെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, സയന്റിഫിക് നെയിമിന് ഒരു മാറ്റവും. അതങ്ങ് ഈജിപ്തിലാണെങ്കിലും ശരി, ഇത് ഇങ്ങ് ബാംഗ്ലൂർ ആണെങ്കിലും ശരി. മനസ്സിലായോ? സെറ്റ് ആണല്ലോ. അപ്പോൾ ഓർഗാനിസത്തിന് ഇതുപോലെ നമ്മളൊരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് പേര് നൽകുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോമൻക്ലേച്ചർ. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? നോമൻക്ലേച്ചർ. അതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയുക. ഓക്കെ, യെസ്. അപ്പൊ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നെയിമിംഗ് എപ്പോഴാണ് പോസിബിൾ ആവുക? എല്ലാവർക്കും വെറുതെ അങ്ങ് പേരിടുവോ? ഇല്ല, അതില്ല. നമ്മൾ ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കണമെങ്കിൽ, ഒരു ഓർഗാനിസത്തിന് കറക്റ്റ് ആയിട്ട് ഒരു സയന്റിഫിക് നെയിം ലഭിക്കണമെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതായത് ആ ഓർഗാനിസത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള സയന്റിഫിക് നെയിം ലഭിക്കുന്നുള്ളൂ. ഓക്കെ, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഓർഗാനിസത്തിന് എന്ത് തരം പേര് കൊടുക്കണം എന്ന്, അല്ലേ? എന്നാലല്ലേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പേര് കൊടുക്കാൻ പറ്റുള്ളൂ. യെസ്, സോ ഇതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. അതായത് ഒരു ഓർഗാനിസത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ ഈ ഓർഗാനിസത്തിന് എന്ത് മനസ്സിലാക്കി, കണ്ടുപിടിച്ചു, ഈ ഓർഗാനിസം എന്ന് പറയുന്നത് ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഇന്ന ഇന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു ജീവിയാണ്. ഓക്കെ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നാലും നമുക്ക് അതിന് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? നെയിമിംഗ് നോമൻക്ലേച്ചർ കൊടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ഓക്കെ ആണോ? സെറ്റ് ആണോ? യെസ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ അത് കൂടാതെ എക്സ്ട്രാ ഞാൻ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. യെസ്. സോ കുറേ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഓർഗാനിസത്തിന്റെ സയന്റിഫിക് നെയിം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് വെറുതെ എന്തായാലും ഒരു ഓർഗാനിസത്തിന് പേരിടാൻ പറ്റില്ല. നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരവും ഒരിക്കലും ഒരു ഓർഗാനിസത്തിന് പേരിടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ പേര് കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയകളില്ലേ? പേര് കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് എന്താ പറയാ പ്രൊസീജിയേഴ്സ് ഇല്ലേ? അപ്പൊ ആ പ്രൊസീജിയേഴ്സ് കുറേ സയന്റിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഓർഗാനിസത്തിന് പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇന്ന 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 ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമുക്കതിനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് കുറച്ച് സയന്റിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആ കൊണ്ടുവന്ന ക്രൈറ്റീരിയ, ആ കൊണ്ടുവന്ന പ്രൊസീജിയേഴ്സ് ലോകത്ത് മുഴുവനുമുള്ള ബയോളജിസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു, അംഗീകരിച്ചു. ഓ, നിങ്ങൾ കൊണ്ടുവന്ന ഈ കാര്യം വളരെ ശരിയാണ്, നിങ്ങൾ പറയുന്നതിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് തന്നെ ഫോളോ ചെയ്യാം. ഈ കൊണ്ടുവന്ന പ്രൊസീജിയർ അനുസരിച്ച്, ഈ കൊണ്ടുവന്ന ക്രൈറ്റീരിയ അനുസരിച്ച് നമുക്ക് ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കാം എന്നുള്ളത് ബാക്കി എല്ലാ ബയോളജിസ്റ്റുകളും നമ്മളെ ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാര് അംഗീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്തു? അംഗീകരിച്ചു, അവർ അക്സെപ്റ്റ് ചെയ്തു. യെസ്, ഫോർ പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മളെ ചുറ്റും ധാരാളം സസ്യങ്ങളില്ലേ? അപ്പൊ പ്ലാന്റ്സിനാണെങ്കിൽ സയന്റിഫിക് നെയിം നമ്മൾ കൊടുക്കണമെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയാസും ഒക്കെ ഫോളോ ചെയ്യണം. ആ പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയാസും ഒക്കെ കൊടുക്കുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ്. അതാണ് ICBN. എന്താണ് ICBN? എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് പ്ലാന്റ്സിന് പേര് കൊടുക്കണമെങ്കിൽ, പ്ലാന്റ്സിന് ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ പ്ലാന്റ്സിന് സയന്റിഫിക് നെയിം ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയകളും ഒക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെ, ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ആ ഒരു കോഡ് നൽകുന്നത് ആരാണ്? അത് ICBN ആണ്. ഓക്കെ, അപ്പൊ ICBN ഫുൾ ഫോം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ
ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇറ്റ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ആർക്ക്? പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ്സ്, അതായത് സയന്റിഫിക് നെയിമിംഗ് ഓഫ് പ്ലാന്റ്സ്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയാസ്, റൂൾസ് അല്ലെ, അല്ലെങ്കിൽ കോഡ്, അത് ആരാണ് നൽകുന്നത്? ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇതുപോലെ അനിമൽസിനും ഉണ്ട് കേട്ടോ. അനിമൽസിനും പേര് കൊടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊസീജിയറും ക്രൈറ്റീരിയയും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ അവർക്ക് പേര് കൊടുക്കണമെങ്കിൽ, അതായത് അനിമൽസിന് പേര് നൽകണമെങ്കിൽ, ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം ലഭിക്കണമെങ്കിൽ കുറച്ച് റൂൾസ് ഫോളോ ചെയ്യണം. അത് നൽകുന്നത് മറ്റൊരു ഓർഗനൈസേഷൻ ആണ്, അതാണ് ICZ. എന്താണടാ? ICZN, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചത്, തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ICBN ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, തെരഞ്ഞെടുക്കാൻ പറയും. അപ്പം ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഫോർ പ്ലാന്റ്സ് ആണ്. ICZN, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, അത് ആർക്കുള്ളതാണ്? അനിമൽസിനുള്ളതാണ്. ഒന്ന് 4 ആണ്, ഒന്ന് ഓഫ് ആണ്, മാറിപ്പോകരുത്. ICBN പ്ലാന്റ്സ് 4, ICZN അനിമൽസ് ഓഫ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാ തവണയും എക്സാമിന് ചോദ്യമായിട്ട് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, യെസ്. സോ നോക്കിക്കേ, അപ്പൊ നമ്പർ ഓഫ് സയന്റിസ്റ്റ് ഈ സയന്റിഫിക് നെയിമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ പ്രൊസീജിയർ കൊണ്ടുവന്നു. ഓക്കെ, അത് ലോകത്തുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ബയോളജിസ്റ്റുകൾ സ്വീകരിച്ചു. പ്ലാന്റ്സിന് സയന്റിഫിക് നെയിം കൊടുക്കാനായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ICZN ആണ്. ഇതുപോലെ അനിമൽസിന്റെ ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, അതായത് ICZN ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. സോ ദിസ് ഇസ് നോമൻക്ലേച്ചർ. അപ്പൊ നോമൻക്ലേച്ചർ എപ്പോഴാണ് നമ്മൾ കൊടുക്കുക എന്നാ പറഞ്ഞത്? ഒരു ഓർഗാനിസത്തിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യണം, അതിനുശേഷമാണ് നമ്മൾ അതിനൊരു പേര് നൽകുന്നത്, നോമൻക്ലേച്ചർ നൽകുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി മക്കളെ നോക്കിക്കേ. യെസ്, ഓക്കെ. അപ്പൊ സയന്റിഫിക് നെയിമിലൂടെ നമ്മൾ എന്താ ഉറപ്പ് വരുന്നേ? ഒരു ഓർഗാനിസത്തിന് ഒരൊറ്റ പേരേ ഉള്ളൂ, ലോക്കൽ നെയിം അല്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലല്ലോ മാം, നമ്മൾ മത്തിക്ക് മത്തിന്നും ചാളയ്ക്ക് ചാളാന്നും പറയുന്നുണ്ടല്ലോ, അപ്പൊ അതിന് കുറെ പേര് കിട്ടിയില്ലേ? യെസ്, ഞാൻ ലോക്കൽ നെയിമിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ സയന്റിഫിക് നെയിം കൊടുത്താൽ ആ നെയിം ഫിക്സഡ് ആണ്, അത് പെർമനന്റ് ആണ്. ഓക്കെ, അതായത് ഒരു ഓർഗാനിസത്തിന് ഒരൊറ്റ സയന്റിഫിക് നെയിം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഒരു ഓർഗാനിസത്തിന് ഒരു പേരേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മൾ സയന്റിഫിക് നെയിം കൊടുക്കുന്നത്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. സോ ഏതൊരു ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്താലും, ഓക്കെ, ലോകത്ത് ഏത് ഭാഗത്തുള്ള മനുഷ്യന്മാരും ആ ഒരു പേരിൽ മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പാടുള്ളൂ. മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാല്, യെസ്, ഒരു ഓർഗാനിസം മാങ്ങ, മാഞ്ചിഫറ ഇൻഡിക്ക. ഓക്കെ, അപ്പൊ നമുക്ക് മാങ്ങ കിട്ടുന്നുണ്ട്, കാനഡക്കാർക്ക് മാങ്ങ കിട്ടുന്നുണ്ട്, അമേരിക്കക്കാർക്ക് മാങ്ങ കിട്ടുന്നുണ്ട്, ബംഗാളുകാർക്ക് മാങ്ങ കിട്ടുന്നുണ്ട് അല്ലേ? അവര് ലോക്കൽ നെയിം എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, പക്ഷെ എങ്കിലും അവര് അതിന്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് മാഞ്ചിഫറ ഇൻഡിക്ക തന്നെയാണ് എന്ന് അറിയണം. ഓക്കെ, യെസ്. ആൻഡ് ആ ഒരു പേര്, ഈ മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറഞ്ഞ മാങ്ങയ്ക്ക് കൊടുത്തതാ, അത് പട്ടിക്കോ പൂച്ചയ്ക്കോ വരാൻ പാടില്ല. സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഫിക്സഡ് ആൻഡ് ഇറ്റ് ഇസ് വൺ ഫോർ വൺ ഓർഗാനിസം. ഇറ്റ് കാനോട്ട് ബി അപ്ലൈഡ് ഫോർ അതർ ഓർഗാനിസംസ്. ഓക്കെ, അത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. സയന്റിഫിക് നെയിം ഒരിക്കലും ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസം ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഒരു ഓർഗാനിസത്തിന് നമ്മളൊരു പേര് കൊടുത്താൽ ആ പേര് വേറൊരാൾക്ക് കൊടുക്കരുത്, സെയിം ആവാൻ പാടില്ല. രണ്ട് ഓർഗാനിസത്തിന് ഒരേ സമയം ഒരേ സയന്റിഫിക് നെയിം വരാനായിട്ട് പാടില്ല, അങ്ങനെ വരുന്നുമില്ല. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. ഓക്കെ, സോ ബയോളജിസ്റ്റ് എന്ത് ഫോളോ ചെയ്തു? ബയോളജിസ്റ്റ് എന്താണ് ഫോളോ ചെയ്തത്? യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ നെയിം ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പ്രിൻസിപ്പിൾസ് സയന്റിഫിക് നെയിമിന് കൊടുക്കണം എന്ന് മനസ്സിലായി. അതായത് എല്ലാ ഓർഗാനിസത്തിനും ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേരുണ്ട്, അത് പ്രോപ്പർ പ്രിൻസിപ്പിളിനനുസരിച്ച് ഇട്ട പേര് തന്നെ ആയിരിക്കും. ഒരു സയന്റിഫിക് നെയിമിന് എത്ര കോമ്പണൻസ് വരുന്നുണ്ട്? ഒരു സയന്റിഫിക് നെയിമിന് എത്ര കോമ്പണൻസ് വരുന്നുണ്ട്? അതാണ് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ആദ്യം പറഞ്ഞു തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോവാം.
യെസ്. സോ സയന്റിഫിക് നെയിം നമുക്ക് വെറുതെ കൊടുക്കാൻ പറ്റില്ല. ICZനും ICBNനും അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ്, ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പുറമെ ഒരു 5 റൂൾസ് സയന്റിഫിക് നെയിമിൽ വരുന്നുണ്ട്. ആ റൂൾസ് അനുസരിച്ച് മാത്രമേ ഓരോ ഓർഗാനിസത്തിനും സയന്റിഫിക് നെയിം കൊടുക്കാനായിട്ട് പാടുള്ളൂ, ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിം കൊടുക്കാനായിട്ട് പാടുള്ളൂ. എന്തൊക്കെയാണ് റൂൾസ്? ഓക്കെ, 1, സയന്റിഫിക് നെയിം ഷുഡ് ഓൾവേസ് ബി ഇൻ ലാറ്റിൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലാറ്റിനൈസ് ചെയ്യണം. ഓക്കെ, ലാറ്റിനൈസ് ചെയ്യണം. അതെന്താ അങ്ങനെ പറഞ്ഞാല്? അതായത് നമുക്കറിയാം ലാറ്റിൻ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്, ലാറ്റിൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് അല്ലെ. ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്ത ഭാഷയാണ്. ഓക്കെ, ഒരു മാറ്റവും വരാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു ഭാഷയാണ് ലാറ്റിൻ. അതിന് മാറ്റം വരില്ല. ഇപ്പൊ നമ്മൾ മലയാളം പണ്ടിൽ നിന്ന് ഇപ്പോഴത്തേക്ക് എത്രയോ അധികം മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ ലാംഗ്വേജിനും ഒരു പ്രശ്നം വരുന്നുണ്ട്, ലാറ്റിന് മാത്രം അത് വരുന്നില്ല. സോ മാറ്റം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സയന്റിഫിക് നെയിം ലാറ്റിനൈസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഷുഡ് ബി ഇൻ ലാറ്റിൻ ഒറിജിൻ, ലാറ്റിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് എടുത്തത് തന്നെ ആയിരിക്കണം സയന്റിഫിക് നെയിം. 2, സയന്റിഫിക് നെയിമിന് 2 കോമ്പണൻസ് ഉണ്ട്. സയന്റിഫിക് നെയിമിന് എന്തുണ്ട്? 2 കോമ്പണൻസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം പറയാം. സോ സയന്റിഫിക് നെയിമിന് 2 കോമ്പണൻസ് ഉണ്ട്. എത്രയുണ്ടടാ? 2 കോമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് കോമ്പണൻസ്? ഫസ്റ്റത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് ജനറിക് നെയിം ആണ്. ഫസ്റ്റത്തെ കോമ്പണന്റ് എന്താണ്? ജനറിക് നെയിം ആണ്. രണ്ടാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. എന്താണ്? സ്പെസിഫിക് എപ്പിത്തറ്റ്. ഓക്കെ, സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. സോ സയന്റിഫിക് നെയിമിന് 2 കോമ്പണൻസ് ഉണ്ട്. ഒന്ന് ജനറിക് നെയിമും മറ്റൊന്ന് സ്പെസിഫിക് എപ്പിത്തറ്റും. ഇപ്പൊ ഞാൻ മാൻജിഫറ ഇൻഡിക്ക എഴുതുകയാണ്. മാൻജിഫറ ഇൻഡിക്ക. ഇതില് മാൻജിഫറ എന്ന് പറയുന്നത് ജനറിക് നെയിം ആണ്, ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു പേര് ലാറ്റിൻ ഒറിജിൻ ഉള്ള പേരാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഈ ഒരു സയന്റിഫിക് നെയിം എഴുതുമ്പോൾ, 2 കോമ്പണൻസ് വെച്ചിട്ടല്ലേ എഴുതുമ്പോൾ അതിന്റെ ആദ്യത്തെ വേർഡ് ആയിട്ടുള്ള മാൻജിഫറ അല്ലെങ്കിൽ ജനറിക് നെയിം ഏതാണോ അത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും ഏത് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സ്പെസിഫിക് എപ്പിത്തറ്റ് എപ്പോഴും സ്മോൾ ലെറ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സ്പെസിഫിക് എപ്പിത്തറ്റ് എപ്പോഴും സ്മോൾ ലെറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് മാത്രമല്ല ആദ്യം ജനറിക് നെയിം എഴുതണം, അത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് എപ്പിത്തറ്റ് എഴുതാൻ പാടുള്ളൂ. ആൻഡ് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആക്ച്വലി ഇത് ലാറ്റിൻ ആണ് എന്ന് കാണിക്കാൻ ഇറ്റാലിക്സിലാണ് നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ലാറ്റിൻ ഒറിജിൻ ആണ് കാണിക്കാൻ നമ്മൾ ഇറ്റാലിക്സിലാണ് പ്രിന്റ് ചെയ്യുക. പക്ഷെ കൈകൊണ്ട് എഴുതുമ്പോൾ എന്താ ചെയ്യുക? കൈകൊണ്ട് എഴുതുമ്പോൾ നമുക്ക് ഇറ്റാലിക്സിലൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അപ്പം നമ്മൾ ഇതൊരു സയന്റിഫിക് നെയിം ആണെന്ന് കാണിക്കണമെങ്കിൽ ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലേ? 2 കോമ്പണൻസ് ഉണ്ട്. ആദ്യത്തെ കോമ്പണന്റ് ജനറിക് നെയിം ആണ്, രണ്ടാമത്തെ കോമ്പണന്റ് സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. ആദ്യം എന്ത് വരണം? ജീനസ് വരണം. അത് കഴിഞ്ഞിട്ടേ ആര് വരാൻ പാടുള്ളൂ? സ്പീഷീസ് നെയിം വരാനായിട്ട് പാടുള്ളൂ. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് നെയിം ആണ് കേട്ടോ. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഷീസ് നെയിം ആണ്. സ്പീഷീസ് നെയിം ആണ്. മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? ജീനസ് എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ അല്ലെ? ജീനസ് എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ. ആൻഡ് സ്പീഷീസ് എപ്പോഴും എന്തായിരിക്കണം? സ്മോൾ ലെറ്ററിലായിരിക്കണം. ആൻഡ് നാലാമത്തെ പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? നാലാമത്തെ പോയിന്റ് ഒന്നില്ലെങ്കിൽ ഇറ്റാലിക്സ് ഫോണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റിൽ. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ചില സമയങ്ങളിൽ നമ്മളൊരു 3rd കോമ്പണന്റ് കൂടി സയന്റിഫിക് നെയിമിന്റെ കൂടെ കൂടിച്ചേർക്കാറുണ്ട്. 2 കോമ്പണന്റേ ഉള്ളൂ. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഒരു 3rd കോമ്പണന്റ് കൂടി കൂട്ടിച്ചേർക്കും. അത് സ്പെസിഫിക് എപ്പിത്തറ്റിന് ശേഷമായിരിക്കും. ഇറ്റ് ഈസ് ദ അബ്രിവിയേറ്റഡ് ഫോം ഓഫ് ഓതർ. അതായത് ഓതർ ആരാണോ ആ ആളുടെ പേരിന്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ മാൻജിഫറ ഇൻഡിക്ക ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? യെസ്, നമ്മൾ യൂസ് ചെയ്യുന്നത് ലിൻ. അതായത് ലിനേസിന്റെ ലിൻ. കണ്ടോ? ഇപ്പൊ 3 കോമ്പണന്റ് ആയി. ഓക്കെ, അത് നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് സയന്റിഫിക് നെയിമിന്റെ കൂടെ ഓതറിന്റെ പേരിന്റെ അബ്രിവിയേറ്റഡ് ഷോർട്ട് ഫോം കൂടി ഇതുപോലെ എഴുതുന്നതായിട്ട് നമ്മൾ
കാണാറുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോമൻക്ലേച്ചറിനെ കുറിച്ച് കുറച്ച് പൊതുവായിട്ടുള്ള കാര്യം പറയാം. ഓക്കെ, നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഭൂമിയിൽ മൊത്തത്തിൽ ഒരു ഓർഗാനിസത്തിന് ഒരൊറ്റ പേരേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഇസ് ദ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിം ഫോർ ആൻ ഓർഗാനിസം. അല്ലെ? എന്താണ്? യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് നെയിം ഫോർ ആൻ ഓർഗാനിസം. സോ ഓൾ ഓവർ ദ വേൾഡ് വൺ നെയിം ഫോർ വൺ ഓർഗാനിസം. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ 2 കോമ്പണൻസ് ആണ് സയന്റിഫിക് നെയിമിനുള്ളത് എന്ന് പറഞ്ഞു. ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും. എത്ര കോമ്പണൻസ് ആണ്? 2. സോ ഇതിനെ നമുക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കാം. ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് ഒരാളാണ്. അദ്ദേഹമാണ് കെറോലസ് ലിനേയസ് അല്ലെങ്കിൽ കാൾ ലിനേയസ് എന്ന് പറയാം. കെറോലസ് ലിനേയസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കാൾ ലിനേയസ് എന്ന് പറയാം. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ടാക്സോണമി. ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ടാക്സോണമി. അപ്പൊ ടാക്സോണമി എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ഓർഡർ കാണാത്തത് കൊണ്ടാണ് ഞാൻ അത് ഇപ്പൊ തന്നെ പറയാതിരുന്നത്. ഓക്കെ, യെസ്. ആ ഒരു ഓർഡറും കാര്യങ്ങളും ഒന്നും ഇതിൽ കാണുന്നില്ല, അതുകൊണ്ടാണ്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, യെസ്. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ അത് കൊണ്ടുവന്നത് ഫാദർ ഓഫ് ടാക്സോണമി ആരാണത്? കാൾ ലിനേയസ് ആണ്. മറന്നു പോവരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ 2 ബുക്കിന്റെ പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഏതൊക്കെയാണത്? സിസ്റ്റമ നാച്ചുറേ ആൻഡ് സ്പീഷീസ് പ്ലാന്റാറം. എന്താണ്? സ്പീഷീസ് പ്ലാന്റാറം. സിസ്റ്റമ നാച്ചുറേ ആൻഡ് സ്പീഷീസ് പ്ലാന്റാറം ആണ് ഇദ്ദേഹത്തിന്റെ 2 ബുക്ക്. ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് ടാക്സോണമി. കെറോലസ് ലിനേയസ് എന്തുകൊണ്ടുവന്നിട്ടുണ്ട്? ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂൾസ് പഠിക്കണം, എക്സാമ്പിൾ പഠിക്കണം, ആളെ പേര് പഠിക്കണം, എല്ലാം നിങ്ങൾ ഇവിടെ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. യെസ്. അപ്പൊ മക്കളെ നോക്കിക്കേ, യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പേരിനെയാണ് നമ്മൾ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അല്ലെ? ലോകത്ത് മുഴുവനും ആ ഓർഗാനിസത്തിന് ഒരൊറ്റ സയന്റിഫിക് നെയിമേ ഉണ്ടാവുള്ളൂ. അത് വേറൊരു ഓർഗാനിസവും ഷെയർ ചെയ്യില്ല. ഓരോ സയന്റിഫിക് നെയിമിന് 2 കോമ്പണൻസ് ഉണ്ട്. ജനറിക് നെയിമും ഉണ്ട്, സ്പെസിഫിക് എപ്പിത്തറ്റും ഉണ്ട്. അങ്ങനെ 2 കോമ്പണൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്നത്. ഈ ഒരു നെയിമിംഗ് സിസ്റ്റം കൊണ്ടുവന്നത് കെറോലസ് ലിനേയസ് ആണ്. ഓക്കെ, കെറോലസ് ലിനേയസ് ആണ്. യെസ്. ഇനി ഒരു എക്സാമ്പിൾ ആണ് ഇവരിവിടെ തന്നിരിക്കുന്നത്. മാംഗോ. മാംഗോന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് മാഞ്ചിഫറ ഇൻഡിക്കയാണ് കേട്ടോ. ലോകത്ത് മുഴുവനും മാംഗോന്റെ സയന്റിഫിക് നെയിം മാഞ്ചിഫറ ഇൻഡിക്ക തന്നെയാണ്. ഈ പേര് വേറൊരു ഓർഗാനിസത്തിന് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇനി 2 കോമ്പണൻസ് ഉള്ളത് കൊണ്ട് സയന്റിഫിക് നെയിം എന്ന് വിളിക്കാം, ബയോളജിക്കൽ നെയിം എന്ന് വിളിക്കാം. ആൻഡ് 2 കോമ്പണൻസ് അല്ലേ, നമുക്ക് അതിനെ ബൈനോമിയൽ നെയിം എന്ന് കൂടി വിളിക്കാം കേട്ടോ. ബൈനോമിയൽ നെയിം എന്ന് കൂടി വിളിക്കാം. ഇനി ഇതില് മാഞ്ചിഫറ എന്ന് പറയുന്നത് ജീനസും ഇൻഡിക്ക എന്ന് പറയുന്നത് ആ സ്പീഷീസിന്റെ പേരുമാണ്, അല്ലെങ്കിൽ നമുക്കതിനെ സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറയാം. ഓക്കെ, അത് മാഞ്ചിഫറ എന്ന് പറയുന്നത് എന്താ? ജനറിക് നെയിം. ജനറിക് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറിക് നെയിം എന്ന് പറയുന്നത് ജീനസ് ആണ്. ജീനസ് നെയിം ആണ് ജനറിക് നെയിം. ഓക്കെ, ഇനി ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്? സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഓക്കെ, സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ്. ഇനി ബാക്കി വരുന്ന യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ, അതായത് ലോകത്ത് മുഴുവനും ഒരു ജീവിക്ക് സയന്റിഫിക് നെയിം ലഭിക്കണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആ യൂണിവേഴ്സൽ റൂൾസ് എന്തൊക്കെയാണ്? എല്ലാവരും അത് ഫോളോ ചെയ്യണം അല്ലെ? എന്തൊക്കെയാ? ബയോളജിക്കൽ നെയിം എന്ന് പറയുന്നത് ലാറ്റിൻ ഒറിജിൻ ആയിരിക്കണം അല്ലെ? ആൻഡ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. അതായത് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുക. എഴുതുമ്പോൾ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, യെസ്. നമ്മളെ ലാറ്റിനൈസ് ചെയ്യാൻ കാരണം അത് ലാറ്റിൻ ഒറിജിൻ ആണെന്ന് കാണിക്കാനാണ്. ലാറ്റിൻ ഭാഷയിൽ നിന്ന് കൊണ്ടുവന്ന നെയിം ആണെന്ന് കാണിക്കാനാണ് നമ്മൾ ഇങ്ങനെ ലാറ്റിനൈസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റത്തെ വേർഡ് ബയോളജിക്കൽ നെയിമിൻ്റെത് എന്തായിരിക്കും? ജീനസ് നെയിം ആയിരിക്കും, ജനറിക് നെയിം ആയിരിക്കും. സെക്കൻഡ് കോമ്പണന്റ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം, സ്പെസിഫിക് എപ്പിത്തറ്റ് ആയിരിക്കും. ഓക്കെ, യെസ്. ആൻഡ് ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ, അത് നമ്മൾ പേപ്പറിലൊക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുക കേട്ടോ. ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യാൻ കാരണം എന്താ? ലാറ്റിൻ ഒറിജിൻ ആണ് എന്ന് കാണിക്കാനായിട്ടാണ് ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വേർഡ് എപ്പോഴും ജീനസും അത് ക്യാപിറ്റൽ ലെറ്ററിലെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സെക്കൻഡ് കോമ്പണന്റ് എപ്പോഴും സ്പെസിഫിക് എപ്പിത്തറ്റും അത് സ്മോൾ ലെറ്ററിൽ മാത്രമേ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇനി ഇടയ്ക്ക് ഒരു 3rd കോമ്പണന്റ് കൂടി യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതെന്താണ്? സ്പെസിഫിക് എപ്പിത്തറ്റിന് ശേഷം നമ്മൾ ഓതറിന്റെ പേര് കൂടി കൂട്ടിച്ചേർക്കും. അത് ഫുൾ അല്ല, നമ്മൾ അബ്രിവിയേറ്റഡ് ഫോം, അതായത് ഷോർട്ട് ഫോമിൽ. ഇപ്പൊ മാഞ്ചിഫറ ഇൻഡിക്ക ലിൻ
അല്ലെ? ലിനേയസിന്റെ ലിന്നാണത്. അത് നമ്മൾ ഇൻഡിക്കയ്ക്ക് ശേഷം ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. സോ ലിനേയസ് ആക്ച്വലി മാൻജിഫറ ഇൻഡിക്ക ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിനേയസ് ഡിസ്ക്രൈബ് ചെയ്ത ആദ്യത്തെ സ്പീഷി മാങ്ങേന്റെ ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായില്ലേ? അല്ലെ? അതായത് ലിനേയസ് ആദ്യം ഡിസ്ക്രൈബ് ചെയ്തത്, ഒരു വിവരണം കൊടുത്തിട്ടുള്ളത് എന്തിനെ കുറിച്ചാ? മാൻജിഫറ ഇൻഡിക്കനെ കുറിച്ചാണ്. അതാണ് ലിന്ന് എന്നുള്ളത് അതിന് കൂടെ വന്നിട്ടുള്ളത് കേട്ടോ. അതും നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പം നമ്മള് നോമൻക്ലേച്ചറിനെ കുറിച്ചും ഐഡന്റിഫിക്കേഷനെ കുറിച്ചും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പൊ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? എന്താണ് ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി നോക്കാനുണ്ട് അല്ലെ? എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ടെക്സ്റ്റ് ബുക്കിൽ അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടില്ല, ലൈക്ക് ഓർഡറിൽ കൊടുത്തിട്ടില്ല. നമ്മൾ അത് എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് അത് ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ് ആണ്. എന്താണ്? ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ് ആണ്. ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ് ആണ്. ഇപ്പൊ നമ്മളെ പറമ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിനെ കണ്ടു എന്ന് വിചാരിക്കാം. ആ ജീവിനെ കണ്ടപാട് നമ്മൾ എന്തൊക്കെ നോക്കും? ഇപ്പൊ ഞാൻ എൻ്റെ പറമ്പിൽ ഒരു ബേർഡിനെ കണ്ടു. അപ്പൊ ഞാൻ നോക്കുമ്പം എനിക്കത് എന്തായാലും മനസ്സിലാവും. അത് അവളെയല്ല, അത് പട്ടിയല്ല, അത് പൂച്ചയല്ല, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതൊരു പക്ഷിയാണെന്ന് മനസ്സിലാവും. കാരണം അതിനെ കാണുമ്പം എനിക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് മനസ്സിലാവുന്നുണ്ട്. അല്ല, അതിന് ചിറകുകളുണ്ട്, ഓക്കെ, അതിന് ഇങ്ങനെ ബീക്ക് ഉണ്ട്, അതിന്റെ കളർ എന്താണ്, കറുപ്പാണോ അതൊരു കാക്കയാണ്, പച്ചയാണോ അതൊരു പാരറ്റ് ആണ്, അല്ലേ? അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. സൈസ് എന്താ, അതിന്റെ ഷേപ്പ് എന്താ, കളർ എന്താ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നത് കൊണ്ടാണ് നമുക്കതൊരു പട്ടിയാണോ പൂച്ചയാണോ പക്ഷിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ, അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ എന്താ പഠിക്കുക? ക്യാരക്ടേഴ്സ് പഠിക്കുക അല്ലേ? ആ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുക അല്ലേ? അതിനെയാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ക്യാരക്ടറൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ക്യാരക്ടറൈസേഷൻ തന്നെ പല രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെയാ മനസ്സിലാക്കുക? ഒന്ന്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, മോർഫോളജി നമ്മൾ മനസ്സിലാക്കും. എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അതായത് കൈകൾ എങ്ങനെ, കാലുകൾ എങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ ചിറകുണ്ടോ, അല്ലെങ്കിൽ അതൊരു തവളയാണോ, അല്ലെ? അതിന്റെ കളർ എന്താണ്, അതിന്റെ ഷേപ്പ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ കണ്ടപാട്? അതാണ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മോർഫോളജി. അതാണ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മോർഫോളജി എന്ന് വിളിക്കും. രണ്ടാമത്തത്, അത് അറിയുന്നത് കൊണ്ടാണ്, അതായത് അതിന്റെ ക്യാരക്ടേഴ്സ് ഫീച്ചേഴ്സ് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനൊരു പട്ടിയോ പൂച്ചയോ ആയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. സോ ക്യാരക്ടേഴ്സ് അറിഞ്ഞാൽ പിന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്യും നമ്മൾ, അല്ലെ? ഐഡന്റിഫിക്കേഷൻ. പിന്നെ നമ്മൾ അതെന്തെയും അതിനെ ഐഡന്റിഫൈ ചെയ്യും. ഐഡന്റിഫിക്കേഷൻ നമുക്ക് മനസ്സിലാവും. അതൊരു ബേർഡാണ്, അതൊരു മാമലാണ്, അതൊരു ആംഫീബിയൻ ആണ്, അതൊരു റെപ്റ്റീലിയൻ ആണ്. അങ്ങനെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. യെസ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമല്ല, അതിന്റെ ബാക്കി ഞാൻ പറഞ്ഞില്ലല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐഡന്റിഫിക്കേഷൻസിലേക്ക് വരാം. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമല്ല കേട്ടോ പഠിക്കുന്നത്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമല്ല, നമ്മൾ അതിന്റെ അനാട്ടമി, ഇന്റേണൽ ഫീച്ചേഴ്സ് കൂടി ക്യാരക്ടറൈസേഷനിൽ പഠിക്കും. എന്തുകൂടി പഠിക്കും? ഇന്റേണൽ ഫീച്ചേഴ്സ് അല്ലെ? എന്താണ് ഇന്റേണൽ ഫീച്ചേഴ്സ്? അതായത് അനാട്ടമി കൂടി നമ്മൾ പഠിക്കും. അതായത് ആ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എത്ര ടൈപ്പ് സെൽസ് ഉണ്ട്, ആ ഓർഗാനിസത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്, റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയാണ്, എക്സ്ക്രീറ്ററി സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ പഠിക്കും. ഓക്കെ, യെസ്. ഇപ്പൊ എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റവും അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആരെയും ഒരു തവളയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരു ഇൻസെക്ടിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിന്റെയും ഇന്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും വരുന്നത് ക്യാരക്ടറൈസേഷനിലാണ്. അത് കഴിഞ്ഞ് അതിന്റെ സെല്ല് അല്ലെ, സ്ട്രക്ചർ ഓഫ് സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെ, എത്ര ടൈപ്പ് സെൽസ് അവരുടെ ബോഡിയിലുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് ഡെവലപ്മെന്റൽ പ്രോസസ്സ്. എന്താണ് ഡെവലപ്മെന്റൽ പ്രോസസ്സ്? അതായത് മുട്ടയിടുന്ന ജീവിയാണോ, ഒവിപാരസ് ആണോ, പ്രസവിക്കുന്ന ജീവിയാണോ, വിവിപാരസ് ആണോ, അവർ വളർന്നു വരുമ്പോൾ ഒരു ലാർവൽ സ്റ്റേജിലൂടെയാണോ വളർന്നു വരുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഡെവലപ്മെന്റൽ പ്രോസസ്സ്. അത് കഴിഞ്ഞിട്ടാണ് ഇക്കോളജിക്കൽ ഇൻഫർമേഷൻസ്. അതായത് ഹാബിറ്ററ്റ്. മനുഷ്യന്മാര് നാട്ടില് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്.
ഒരു പക്ഷി മരത്തിൽ കൂടുണ്ടാക്കി താമസിക്കുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ലയണോ ടൈഗറോ ഒക്കെ ഒരു ഗുഹയിലോ അല്ലെങ്കിൽ കാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ഇക്കോളജിക്കൽ ഇൻഫർമേഷൻസ് ആണ്, ഓരോരുത്തരും ഓരോ ഹാബിറ്റത്തിലാണ് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ക്യാരക്ടറൈസേഷനിൽ വരുന്നതായിരിക്കും. അപ്പൊ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ജീവിയുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കുക, ഇന്റേണൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കുക, സെല്ലിന്റെ സ്ട്രക്ചറും ടൈപ്പും മനസ്സിലാക്കുക, ഡെവലപ്മെന്റൽ പ്രോസസ്സ് മനസ്സിലാക്കുക, ഇക്കോളജിക്കൽ ഇൻഫർമേഷൻസ് മനസ്സിലാക്കുക. ഇത്രയും നമുക്കറിയാം. ഇത്രയും നമുക്ക് അറിഞ്ഞാല് പിന്നെ എളുപ്പമായി നമുക്കത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതായത് നമ്മൾ അതൊരു പട്ടിയാണോ പൂച്ചയാണോ ബേർഡാണോ മാമലാണോ ആംഫിബിയൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യും. സോ ക്യാരക്ടറൈസേഷന് ശേഷമാണ് എന്ത് വരുന്നത്, ഐഡന്റിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തു. ഇനി എന്താ പരിപാടി, എന്താ, നമ്മളെ ലോകത്ത് എത്രയധികം ഓർഗാനിസംസ് ഉണ്ട്. നമ്മളെ ലോകത്ത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെ, അത്രയധികം ഓർഗാനിസംസ് നമ്മളെ ലോകത്തുണ്ട്. ഇവരെല്ലാവരെയും ഒരു ഗ്രൂപ്പിൽ പിടിച്ചിടാൻ പറ്റുമോ? പട്ടിയും പൂച്ചയും മനുഷ്യനും ഒരു ഗ്രൂപ്പിൽ വരുമോ? കടുവയും അല്ലെങ്കിൽ ഒരു പക്ഷിയും മനുഷ്യനും ഒരു ഗ്രൂപ്പിൽ വരുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ, അതായത് ഇവരെ കുറിച്ച് ബാക്കി പഠനങ്ങളും കാര്യങ്ങളും നടത്താനൊക്കെ പിന്നെ ബുദ്ധിമുട്ടായി പോവും. ഒരു 100 എണ്ണത്തില് ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പോവും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഓരോ ഗ്രൂപ്പിൽ ഓർഗാനിസംസിന്റെ ഒരുപോലെയുള്ള സിമിലർ ക്യാരക്ടേഴ്സ് അനുസരിച്ചും ഡിഫറൻസസ് അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യും, വേർതിരിച്ച് ഓരോ ഗ്രൂപ്പിലാക്കി മാറ്റണം. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. അതാണ് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു 100 ബോൾ ഉണ്ട്. അപ്പൊ അതില് പച്ചയും മഞ്ഞയൊക്കെ തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് തന്നെ ആ 100 ബോളില് റെഡ് മാറ്റി വെക്കും, യെല്ലോ മാറ്റി വെക്കും, ഗ്രീൻ മാറ്റി വെക്കും. നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, വേർതിരിക്കും. നമ്മൾ ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഗ്രൂപ്പ് ആക്കി വെക്കും അല്ലെ. അത് തന്നെയാണ് ജീവികളുടെ കാര്യത്തിൽ നടക്കുന്നത്. ലോകത്ത് 1.7 to 1.8 മില്യൺസ് ഓഫ് സ്പീഷീസ് ആണുള്ളത്. അപ്പൊ ഇവരെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കലർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനും ക്യാരക്ടേഴ്സ് പഠിക്കാനും റിസർച്ച് ചെയ്യാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായി പോകും. സോ നമ്മൾ അവരെന്ത് ചെയ്തു, സിമിലാരിറ്റീസിനും ഡിഫറൻസസിനും അനുസരിച്ച് ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് വേർതിരിച്ചു. അതാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നോമൻക്ലേച്ചർ. എന്ത് വരുന്നത്, നോമൻക്ലേച്ചർ വരുന്നത് കേട്ടോ. അതായത് പേരിടൽ ചടങ്ങ് വരുന്നത്. അതിൽ നോമൻക്ലേച്ചർ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഐഡന്റിഫിക്കേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് പറയേണ്ടതായിട്ട് ഒന്നുമില്ല. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താ, ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. സോ ഈ 4 കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ടാക്സോണമി. ഈ 4 കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് വിളിക്കുക. ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഗാനിസത്തിന്റെ ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ഇതെല്ലാം വരും. ഒരു ഓർഗാനിസത്തിന് നമ്മളെ മുന്നിൽ കിട്ടിയ നമ്മൾ അതിന്റെ ക്യാരക്ടേഴ്സ് ഓരോന്നും മനസ്സിലാക്കും. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ എന്ത് മനസ്സിലാക്കും, അതേത് ഓർഗാനിസം എന്നുള്ളത് മനസ്സിലാക്കും, ഐഡന്റിഫൈ ചെയ്യും അതിനെ അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യും, നീ ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു പേര് കൊടുക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ടാക്സോണമി എന്ന് പറയുന്ന സയൻസിലെ വലിയൊരു ബ്രാഞ്ചിൽ വരുന്നത്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഓഫ് ദീസ് 4 തിങ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, സയൻസിലല്ലേ, നമ്മുടെ ബയോളജിയിൽ തന്നെ ഇഷ്ടം പോലെ ശാഖകളുണ്ട്. അതിലൊന്നാണ് ടാക്സോണമി. ഓക്കെ, ഒന്നാണ് ടാക്സോണമി. അപ്പൊ എന്താ സിസ്റ്റമാറ്റിക്സ്? ടാക്സോണമി എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് സിസ്റ്റമാറ്റിക്സ്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന്റെ ഈ പറയുന്ന ടാക്സോണമി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഓർഗാനിസത്തിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കൂടി നമുക്ക് മനസ്സിലാക്കണം. എന്തിനാ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അല്ലെ? അതായത് അതിന്റെ ആൻസസ്റ്റർ ഏതാ, അത് ഏത് പൂർവികനിൽ നിന്നാണ് വരുന്നത്, പണ്ടുണ്ടായ ആ ജീവി ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് വല്ല മാറ്റം വന്നിട്ടുണ്ടോ, വല്ല എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ പൂർവികനിൽ നിന്ന് ഇപ്പോൾ ഉള്ള ആ ജീവിക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ അറിയണ്ടേ. അതാണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനെ ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ഫൈലോജനി എന്ന് നമുക്കതിനെ വിളിക്കാം. ഓക്കെ, അപ്പൊ ടാക്സോണമിയും ഫൈലോജനിയും കൂടിയാൽ അല്ലെ, ഒരുമിച്ച് ചേർന്നാൽ ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക്.
അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ടാക്സോണമി പ്ലസ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് എൻ ഓർഗാനിസം ടുഗദർ ഫോംസ് സിസ്റ്റമാറ്റിക്സ്. ടുഗദർ ആണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യരുടെ കാര്യമൊക്കെ പറയും നമ്മൾ. കുരങ്ങിൽ നിന്നല്ലേ മനുഷ്യനുണ്ടായ? പണ്ടുണ്ടായ മനുഷ്യന്മാര് അല്ലെ, ആദിമ മനുഷ്യന്മാരൊന്നും ഇങ്ങനെയല്ല. നമ്മൾ പക്ഷെ എത്രയോ അധികം ഡെവലപ്ഡ് ആണല്ലോ, മാറ്റങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് അറിയാം. അപ്പൊ ടാക്സോണമിയും ഈ ഒരു ഫൈലോജനിയും കൂടുന്നതാണ് സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, ഈ ടാക്സോണമിയും ഫൈലോജനിയും കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞു അല്ലെ? യെസ്. ഓക്കെ, സോ മക്കളെ നോക്കിക്കേ, നമുക്ക് ഈ ലോകത്തുള്ള അത്രയധികം ഓർഗാനിസംസിനെ കുറിച്ച് പെട്ടെന്ന് പോയിട്ട് അങ്ങോട്ടേക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെ? ഓരോ ഓർഗാനിസത്തിന്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ കൂടിക്കലർന്ന് കിടക്കുകയാണെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ ഓർഗാനിസത്തിനെ കുറിച്ചും നമുക്കൊന്ന് പഠിക്കണമെങ്കിൽ, സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യണം? ഓരോ ഗ്രൂപ്പുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ അവർ ഓരോ ഗ്രൂപ്പുകളിലായിട്ട് എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. നീ ഈ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിഫിക്കേഷൻ നടത്തി. അതായത് ഓരോ ഓർഗാനിസത്തിനെയും നമ്മൾ ഓരോ കൺവീനിയന്റ് ആയിട്ടുള്ള കാറ്റഗറീസില് അല്ലെ, ഓരോരോ പ്രത്യേക കാറ്റഗറീസിൽ നമ്മൾ എന്ത് ചെയ്തു? ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അത് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് അനുസരിച്ചായിരിക്കും. എന്താ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്? ഒരു ജീവി നമ്മളെ മുന്നിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് നിരീക്ഷിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, അതാണ് ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓർഗാനിസംസിന് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഓരോ കാറ്റഗറിയിലായിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും തിരിച്ചറിയാൻ പറ്റും അല്ലേ? ഒരു ചെടിയും ഒരു മൃഗവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? കാണുമ്പോൾ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ കുടുങ്ങി പോകുന്ന ക്യാരക്ടേഴ്സ് അനുസരിച്ചാണ് നമുക്ക് ഇവരെ വേർതിരിക്കാൻ പറ്റുന്നത് അല്ലെ? അതായത് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്, ആനിമൽ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ കണ്ട പാടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, അതനുസരിച്ചാണ് നമ്മൾ ഇവരെന്ത് ചെയ്തേ? പ്ലാന്റ്, ആനിമൽ എന്ന് വേർതിരിക്കുന്നത്. അതേപോലെ പട്ടീനെയും പൂച്ചേനെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ? പ്രാണികളെ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? തവളേനെ കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഓരോ ജീവികളെയും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? യെസ്. സോ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർഗാനിസത്തിന് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഓരോ ഗ്രൂപ്പിലായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ നിങ്ങൾ ഒരു പട്ടീനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് രൂപമാണ് നിങ്ങളെ മനസ്സിൽ വരുന്നത്? നമ്മളെല്ലാവരും പട്ടീനെ കുറിച്ചാണോ ചിന്തിക്കുക, അല്ലെങ്കിൽ പൂച്ചേനെ കുറിച്ചാണോ ചിന്തിക്കുക? എല്ലാവരും പട്ടീനെ കുറിച്ച് ചിന്തിക്കുള്ളൂ, പൂച്ചേനെ കുറിച്ച് ചിന്തിക്കില്ല. നമുക്ക് ഡോഗിന്റെ കറക്റ്റ് ഫിഗർ നമുക്കറിയാം. സോ നമ്മൾ ഡോഗിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ അല്ലെ? ഇപ്പൊ നമ്മൾ ആൽസേഷനെ കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞു. ഓക്കെ, ആൽസേഷനെ കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞു. യെസ്. സോ നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്നത് പട്ടീനെ കുറിച്ചാണ്. പട്ടിയാണ് ആൽസേഷൻ, അല്ലാതെ തവളയല്ല ആൽസേഷൻ നമുക്കറിയാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആൽസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക കാറ്റഗറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുമല്ലേ? ഇനി പെട്ടെന്ന് നിങ്ങളുടെ മാമൽസ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? പ്ലാന്റ്സിനെ കുറിച്ച് ചിന്തിക്കുമോ? ഇല്ല. ആനിമൽസിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. എന്ത് തരം ആനിമൽസിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുക? മാമൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുക? പറഞ്ഞേ. പാമ്പാണോ ചിന്തിക്കുക? തവളയാണോ ചിന്തിക്കുക? അല്ലെങ്കിൽ മത്സ്യങ്ങൾ, മീൻ, ഫിഷസ് ആണോ ചിന്തിക്കുക? അല്ല. ഇതുപോലെ എക്സ്റ്റേണൽ ഇയർ വരുന്ന അല്ലെ, ശരീരത്തിൽ മുഴുവനും ഹെയേഴ്സ്, രോമങ്ങൾ വരുന്ന ജീവിയാണ് നിങ്ങൾ ചിന്തിക്കുക. അതാണ് മാമൽ. ഇപ്പൊ നിങ്ങളോട് വീറ്റ്, ഗോതമ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗോതമ്പേ ചിന്തിക്കുള്ളൂ. അതിന് മറിച്ച് നിങ്ങൾ അരി, റൈസിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്ന്. സോ ഡോഗ്, കാറ്റ്, മാമല്, വീറ്റ്, റൈസ്, പ്ലാന്റ്സ്, ആനിമൽസ്, ഇതിനെല്ലാം നമ്മൾ കൺവീനിയന്റ് കാറ്റഗറിയിലായിട്ട് ഗ്രൂപ്പ് ചെയ്യും. എന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഈസിലി സ്റ്റഡി ഓഫ് ദാറ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് ഇവരെ ഗ്രൂപ്പ് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. സോ ഈ കാറ്റഗറീസിനെ വിളിക്കുന്ന പേരാണ് ടാക്സം. അതായത് ഓർഗാനിസംസിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരെ കുറിച്ച് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ കാറ്റഗറീസിലായിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാറ്റഗറീസിനെ വിളിക്കുന്ന പേരാണ് ടാക്സ. എന്താണ് വിളിക്കുക? ടാക്സ. അല്ലെങ്കിൽ നമുക്കതിനെ എന്തെന്ന് കൂടി പറയാം? ടാക്സോണമിക്കൽ കാറ്റഗറി എന്നുകൂടി പറയാം. എന്തെന്ന് കൂടി പറയാം? ടാക്സോണമിക്കൽ കാറ്റഗറി എന്നുകൂടി പറയാം. ഓക്കെ, ടാക്സ അല്ലെങ്കിൽ ടാക്സോണമിക്കൽ
കാറ്റഗറി. അപ്പൊ ഞാനിത് റബ്ബ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. യെസ്, അപ്പൊ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ടാക്സ അല്ലെങ്കിൽ ടാക്സോണമിക്കൽ കാറ്റഗറീസ് എന്ന് വിളിക്കാം. ടാക്സോണമിക്കൽ കാറ്റഗറീസ് എന്ന് വിളിക്കാം കേട്ടോ. ആ എല്ലാ കാറ്റഗറീസിനെയും നമുക്ക് എന്ത് വിളിക്കാം? ടാക്സ അല്ലെങ്കിൽ ടാക്സോണമിക്കൽ കാറ്റഗറീസ് എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. സോ നമുക്ക് ടാക്സ മനസ്സിലാവണം അല്ലെ? ആ ടാക്സ ഓരോ കാറ്റഗറീനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടാക്സ മനസ്സിലാവണം. അതെല്ലാം ഒരേ ലെവലല്ല, പല ലെവൽസിൽ നമുക്ക് മനസ്സിലാക്കണം. പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ടാക്സയാണ്. വീറ്റ് ഒരു ടാക്സയാണ്, ആനിമൽസ് ടാക്സയാണ്, മാമൽസ് ടാക്സയാണ്, ഡോഗ് ഇതെല്ലാം ടാക്സയാണ്. ഓക്കെ, പക്ഷേ ഡോഗ് ഒരു മാമൽ ആണെന്ന് നമുക്കറിയാം, മാമൽസ് ആനിമൽസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ആനിമൽസ്, മാമൽസ്, ഡോഗ് ഇതെല്ലാം പല ലെവലിലുള്ള ടാക്സയാണ്. ഓക്കെ, എന്താ പറഞ്ഞത്? അതായത് പ്ലാന്റ്സ് ടാക്സയാണ്, ആനിമൽസ് ടാക്സയാണ്, വീറ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്, റൈസ് ഒരു ടാക്സയാണ്. ആനിമൽസ്, മാമൽസ്, ഡോഗ്, വീറ്റ്, റൈസ് എല്ലാം ടാക്സയാണ്. ഡോഗ് എന്ന് പറയുമ്പോൾ ഒരു മാമൽ അല്ലേ? ആണ്. മാമൽ എന്ന് പറയുമ്പോൾ പ്ലാന്റോ ആനിമലോ? ആനിമലാണ്. ഓക്കെ, യെസ്. അപ്പം ആനിമൽസ്, മാമൽസ്, ഡോഗ് ഇതെല്ലാം ടാക്സയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ എല്ലാം ഒരേ ലെവലല്ല, പല ലെവൽസിൽ. എല്ലാം ഒരേ ലെവലല്ല, പക്ഷെ എന്താണ്? പല ലെവൽസിൽ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. സോ ക്യാരക്ടേഴ്സിനനുസരിച്ച് നമുക്ക് എല്ലാ ലിവിങ് ഓർഗാനിസംസിനെയും പല 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 അതായത് ഡിഫറെന്റ് ടാക്സിൽ ക്ലാസിഫൈ ചെയ്യാം. ക്യാരക്ടേഴ്സ് അറിയണം. തുടക്കത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്യാരക്ടറൈസേഷൻ ആണ് പ്രൈമറി ഫാക്ടർ. അപ്പൊ ക്യാരക്ടേഴ്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസംസിനെയൊക്കെ നമുക്ക് പല ടാക്സയിലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് വിളിക്കുക. ഓക്കെ, ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടാക്സോണമി എന്ന് വിളിക്കുന്നത്. പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് കോൾഡ് ആസ് ടാക്സോണമി. ഓർഗാനിസംസിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ നമുക്ക് പല 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 ടാക്സയായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞേ. ഓർഗാനിസംസിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് മോർഫോളജി, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, മറ്റൊന്ന് ഇന്റേണൽ സ്ട്രക്ചർ, അനാട്ടമി, സ്ട്രക്ചർ ഓഫ് സെല്ല്, ഡെവലപ്മെന്റൽ പ്രോസസ് അല്ലെ, ലാർവ ഉണ്ടോ ലാർവ ഇല്ലേ, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ, ഇക്കോളജിക്കൽ ഇൻഫർമേഷൻ, ഹാബിറ്ററ്റ് എന്താ, ഫുഡ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇതെല്ലാം കൂടി വരുന്നതാണ് ക്യാരക്ടറൈസേഷൻ. ഈ ക്യാരക്ടറൈസേഷന് ശേഷമാണ് ആനിമലിനെ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ ലെവലിലല്ല, ഡിഫറെന്റ് ലെവൽസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടാക്സയിൽ. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. സോ ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഓക്കെ, ഇതൊക്കെയാണ് ടാക്സോണമിയുടെ ദ ബേസിക് പ്രോസസ്സസ്. ഓക്കെ, ടാക്സോണമിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ക്യാരക്ടറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ഓക്കെ, ടാക്സോണമി എന്ന് പറഞ്ഞാലേ ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനം ഒന്നല്ല കേട്ടോ, പുതിയതായിട്ടുള്ളൊരു സാധനം ഒന്നല്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാർക്ക് നമുക്ക് കൂടുതൽ ഓർഗാനിസംസിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിന് ടൈപ്പ് എത്രയുണ്ട്, അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ നമ്പർ എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ടേ ഇൻട്രസ്റ്റ് ഉണ്ടടാ. ഓക്കെ, ഇല്ലേ? നിങ്ങൾക്കിപ്പോ ഒരു ജീവിനെ പെട്ടെന്ന് കണ്ടു, ഇത് ഇതുവരെ കാണാത്തൊരു ജീവിയാണല്ലോ, ഒരു കൗതുകം തോന്നൂലേ നമുക്ക്? ഹ്യൂമൻ ബീങ്സ്, നമ്മൾ മനുഷ്യന്മാർക്ക് എപ്പോഴും ഇതൊരു കൗതുകമാണ്. അതായത് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഏതൊക്കെയാണ്, ഇതിന്റെ നമ്പർ എന്താണ്, ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും കേട്ടോ. ഓക്കെ, ക്യൂരിയോസിറ്റി ഉണ്ടാകും. നമുക്കറിയാൻ നമുക്ക് റിസോഴ്സസ് ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിച്ചു പോകണമെങ്കിൽ നമുക്ക് റിസോഴ്സസ് ആവശ്യമുണ്ട്. പ്രധാനമായിട്ട് ഫുഡ്. നമുക്കറിയാം, കോഴീനെ കിട്ടിയാൽ നമുക്ക് നല്ല ടേസ്റ്റിൽ ഫുഡ് വെച്ച് ഉണ്ടാക്കി തിന്നാൻ നമുക്കറിയാം. അപ്പൊ ആ ഒരു ഓർഗാനിസത്തിന്റെ യൂസ് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ആ ഒരു ഓർഗാനിസത്തിനെ കുറിച്ച് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടി. ആൻഡ് നമുക്ക് ക്ലോത്തിങ് അല്ലെ, നമുക്ക് എന്ത് വേണം? ഏറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് വസ്ത്രം വേണം, ഷെൽട്ടർ, താമസിക്കാൻ സ്ഥലം വേണം.
ഓക്കെ, അപ്പൊ ഇതിനനുസരിച്ചൊക്കെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ജീവിനെ കൊണ്ടും നമുക്ക് എന്ത് ഉപകാരമുണ്ട് അല്ലെ, വേരിയസ് ഓർഗാനിസം നമുക്ക് എങ്ങനെ ഉപകരിക്കുന്നു, അതിന്റെ യൂസ് എന്താണ്, അതനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നത്. എന്തായാലും നമ്മള് അല്ലെ, ആ കോഴീനെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ട്, അതിനെ തിന്നാം, മുട്ട കിട്ടും, പാല് കിട്ടുന്നത് എവിടെന്നാ, പശുവിൽ നിന്ന് അല്ലെങ്കിൽ ആടിൽ നിന്ന്. അപ്പൊ അതിനെ കൊണ്ടുള്ള ഒരു ഉപകാരം ഇതാണ്. അപ്പൊ ഓർഗാനിസത്തിന്റെ യൂസ് അനുസരിച്ച് നമ്മൾ അവരെന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അത് പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. യെസ്, ഓക്കെ. ആൻഡ് നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ കുറച്ച് കാലങ്ങളായിട്ട് പല ടൈപ്പ് ഓർഗാനിസംസ് ഏതാണ് എന്ന് അറിയാനുള്ള ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അവരുടെ ഡൈവേഴ്സിറ്റി അറിയാനുള്ള ഇൻട്രസ്റ്റും മാത്രമല്ല, നമുക്ക് അതിൽ മാത്രമല്ല നമ്മൾ ഇൻട്രസ്റ്റ് വേറെ ഒന്നിലും കൂടി ഉണ്ട്. റിലേഷൻഷിപ്പ് എന്താണ്, ഓരോ ഓർഗാനിസം പരസ്പരം എന്ത് റിലേഷൻഷിപ്പാണുള്ളത്, റെപ്റ്റൈൽസും ആംഫീബിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ, യൂണിസെല്ലുലാർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ. അല്ല, ആദ്യം ഉണ്ടായത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, അത് കഴിഞ്ഞിട്ടാണ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ഉണ്ടായത് അല്ലെ. അപ്പൊ അവിടെ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, ഒരു ഫൈലോജനി വരുന്നുണ്ട് അല്ലെ. അതുകൂടി നമുക്ക് പഠിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായി, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. നമ്മൾ ആദ്യം എന്ത് നോക്കി, അത് ഏത് ടൈപ്പ് ഓർഗാനിസം ആണെന്ന് നോക്കി. ഈ ഓർഗാനിസംസ് എത്ര തരം, എത്ര ടൈപ്പ്, എത്ര വെറൈറ്റീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, എത്ര നമ്പർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമുക്ക് അതിനെക്കൊണ്ടുള്ള ഉപകാരം മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഫൈലോജനിയും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഫൈലോജനിയിലും നമുക്ക് എന്ത് വന്നു, ഇൻട്രസ്റ്റ് വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പം ടാക്സോണമിന്റെ കൂടെ ഈ ഒരു ഫൈലോജനി കൂടി വന്നാൽ ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെ വിളിക്കുന്ന പേരെന്താണ്, സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ടാക്സോണമി വിത്ത് ഫൈലോജനി അല്ലെ. ഫൈലോജനി എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ്. ഓക്കെ അല്ലേ? യെസ്. ഈ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നതേ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള സിസ്റ്റമയിൽ നിന്നാണ്. അതായത് സിസ്റ്റമേന്റെ അർത്ഥം എന്താ, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. നമ്മൾ പലതരം ജീവികളെ വെറുതെ റാൻഡം ആയിട്ടല്ല അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, കറക്റ്റ് ഓർഡറിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഓർഗാനിസംസിനെ ഇങ്ങനെ ഓരോ ലെവലുകളിലായിട്ട് ഓരോ ടാക്സുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. സോ അതാണ് സിസ്റ്റമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സിസ്റ്റമ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥം അതാണ്. സിസ്റ്റമ എന്ന് പറയുന്നത് എന്താ, ഒരു ലാറ്റിൻ വേർഡ് ആണ്. അതിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ലിനേയസ് അദ്ദേഹത്തിന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതാണ് സിസ്റ്റമ നാച്ചുറേ. ഓക്കെ, സിസ്റ്റമ നാച്ചുറേ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, അതായത് ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ പേര് കൊടുക്കുക, ക്ലാസിഫൈ ചെയ്യുക, ഈ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട്. അത് മാത്രമല്ല എവല്യൂഷണറി റിലേഷൻഷിപ്പും ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സിസ്റ്റമാറ്റിക്സിനെ കുറിച്ചുള്ള ഒരു വലിയ സ്കോപ്പാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുന്നിൽ തുറന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. അതായത് ആദ്യം ലിനേയസ് സിസ്റ്റമ നാച്ചുറയിലൂടെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങോട്ട് എന്തായി, ഇലോബറേറ്റ് ആയി. അതിൽ ഐഡന്റിഫിക്കേഷനും നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനും അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും വന്നു തുടങ്ങി അല്ലേ. ഓക്കെ, ആൻഡ് ഇതിൽ മാത്രം സിസ്റ്റമാറ്റിക്സ് നിൽക്കുന്നില്ല, ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഉണ്ടായതെന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ റെപ്റ്റൈൽസും ബേർഡ്സും തമ്മിലൊരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല ഓർഗാനിസംസിന്റെ ഇടയിലും റിലേഷൻഷിപ്പ് ഉണ്ട്, അതും കൂടി സിസ്റ്റമാറ്റിക്സിൽ ഇൻക്ലൂഡഡ് ആണ്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷനും നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനും ക്യാരക്ടറൈസേഷനും ഒന്നും മാത്രമല്ല. സോ ടാക്സോണമി പ്ലസ് സിസ്റ്റമാറ്റിക്സ് ഇസ് ഈക്വൽ ടു ടാക്സോണമി പ്ലസ് ഫൈലോജനി ഇസ് ഈക്വൽ ടു സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അടുത്തതാണ് ടാക്സോണമിക് കാറ്റഗറീസ്. ഓക്കെ, അപ്പൊ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്, ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഓർഗാനിസംസിനെ ഡിഫറെന്റ് ടാക്സയില് നമ്മൾ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ നല്ല ശ്രദ്ധയോടുകൂടി ഇത് കാണുക. എക്സാമ്പിൾസ് അടക്കമായിരിക്കും ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് അല്ല കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഓർഗാനിസത്തിനെ എന്താ പറയുക, ഇന്ന പെർട്ടിക്കുലർ കാറ്റഗറിയിലേക്കോ ഇന്ന പെർട്ടിക്കുലർ ടാക്സയിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ് അല്ല. പക്ഷെ അതിന് കറക്റ്റ് ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഉള്ള, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറുള്ള ഹയറാർക്കി ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, എന്തുണ്ട്, ഹയറാർക്കി ഓഫ് സ്റ്റെപ്സ് എപ്പോഴും ക്ലാസിഫിക്കേഷനിലുണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം കേട്ടോ. യെസ്. അപ്പൊ മക്കളെ നോക്കിക്കടാ, അതായത് നമ്മൾ ഓർഗാനിസംസിനെ പല ടാക്സയിലായിട്ട്
അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് എങ്ങനെയിരിക്കുന്നത്, ഒരു കറക്റ്റ് ഓർഡറിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് മാനറിലാണ് ഈ ഒരു അറേഞ്ച്മെന്റ് വരുന്നത് കേട്ടോ. സോ നമുക്ക് ഏകദേശം ഒരു 7ഓളം ടാക്സോണമിക് കാറ്റഗറീസ് ആണ് വരുന്നത് ഒരു കറക്റ്റ് അറേഞ്ച്മെന്റിൽ. ഓക്കെ, ഏതൊക്കെയാണത്? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ, കണ്ടില്ലേ? ഇത്രയും ടാക്സോണമിക് കാറ്റഗറീസ് അല്ലെങ്കിൽ ഇത്രയും ടാക്സ് ആണ് എവിടെ വരുന്നത്? നമ്മൾ ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷന്റെ സിസ്റ്റത്തിൽ വരുന്നത്. ഇതിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി. എന്താണ് വിളിക്കുക? ടാക്സോണമിക്കൽ ഹയറാർക്കി. എന്താ ടാക്സോണമിക്കൽ ഹയറാർക്കി എന്ന് പറഞ്ഞാല്? കുറേ ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഉള്ള ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിൽ വരുന്ന ആ സീരീസ് ഓഫ് സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി. ഓക്കെ, ഇതിനെ ഓൾ ടുഗദർ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക്കൽ ഹയറാർക്കി. അതിലെ ഓരോ കാറ്റഗറിയും കണ്ടില്ലേ? ഓരോ കാറ്റഗറിയും സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഈ ഓരോ കാറ്റഗറിനെയും നമ്മൾ ടാക്സോണമിക്കൽ കാറ്റഗറി അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ടാക്സ. ശരിക്കും പ്ലൂറൽ ആണെങ്കിലാണ് ടാക്സ, സിംഗുലർ ആണെങ്കിൽ നമുക്ക് അതിനെ ടാക്സോൺ എന്ന് വിളിക്കാം. ഓക്കെ, ഒറ്റൊന്നാണെങ്കിൽ ടാക്സോൺ, കുറെ ഉണ്ടെങ്കിൽ ടാക്സ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ടാക്സോണമിക്കൽ കാറ്റഗറി എന്ന് വിളിക്കാം. ഓരോ ആൾക്കാരും ഓരോ ടാക്സോൺ ആണ്. സ്പീഷീസ് ഒരു ടാക്സോൺ ആണ്, ജീനസ് ഒരു ടാക്സോൺ ആണ്, ഫാമിലി ഒരു ടാക്സോൺ ആണ്, അല്ലെ? കിങ്ഡം വരെ ഓരോന്നും ഓരോ ടാക്സോൺ ആണ്, അല്ലെങ്കിൽ ഓരോന്നും ഒരു ടാക്സോണമിക് കാറ്റഗറി ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പം ഇങ്ങനെ നമ്മൾ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ച പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ഇതിൽ ഏതാണ് ഹയസ്റ്റ് ടാക്സോൺ? കിങ്ഡം മുതൽ സ്പീഷീസ് വരെ നിങ്ങൾ കണ്ടു. ഇതിൽ ഏതാണ് ഹയസ്റ്റ് ടാക്സോൺ? കിങ്ഡം ആണ് ഹയസ്റ്റ് ടാക്സോൺ. കിങ്ഡം ആണ് ഹയസ്റ്റ് ടാക്സോൺ. അപ്പൊ ലോവസ്റ്റ് ടാക്സോൺ ഏതായിരിക്കും? സ്പീഷീസ് ആണ് ലോവസ്റ്റ് ടാക്സോൺ. ഓക്കെ, സ്പീഷീസ് ആണ് ലോവസ്റ്റ് ടാക്സോൺ. ഓക്കെ ആണോ? മനസ്സിലായോ? യെസ്. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? ഇവിടെ നിന്ന് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോൾ, ഓക്കെ, അതായത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് കൂടും. കോമൺ ക്യാരക്ടേഴ്സ് കൂടുന്നു. സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോഴോ കോമൺ ക്യാരക്ടേഴ്സ് കുറയുന്നു. അപ്പൊ കോമൺ ക്യാരക്ടേഴ്സ് കൂടുന്നത് കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുമ്പോഴാണ്. സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് ഡിക്രീസ് ചെയ്യും. കോമൺ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്, അല്ലെ? കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് decreases from species to kingdom and increases from kingdom to species. അപ്പൊ ഏറ്റവും കോമൺ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്പീഷീസിലാണ്. ഓക്കെ, പിന്നെ വരുന്നത് ജീനസിലാണ്. ഇത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകും തോറും അല്ലെങ്കിൽ കിങ്ഡത്തിലേക്ക് പോകും തോറും കോമൺ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരും. ഓക്കെ, കോമൺ ക്യാരക്ടേഴ്സ് വളരെ കുറവായിരിക്കും കിങ്ഡത്തിലേക്ക് എത്തുമ്പോഴേക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഹയസ്റ്റ് ടാക്സോൺ കിങ്ഡം ആണ്, ലോവസ്റ്റ് ടാക്സോൺ സ്പീഷീസ് ആണ്. നമുക്ക് കോമൺ ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴും സ്പീഷീസിലേക്ക് എത്തുമ്പോഴും കോമൺ ക്യാരക്ടേഴ്സ് ഡിക്രീസ് ചെയ്യുന്നത് കിങ്ഡത്തിലേക്ക് എത്തുമ്പോഴുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ എപ്പോഴും ചോദിക്കും കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ടു കിങ്ഡം, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ കിങ്ഡം ടു സ്പീഷീസ് ആണ് കേട്ടോ. ഓക്കെ, കിങ്ഡം ടു സ്പീഷീസ് എന്താണ്? കിങ്ഡം ടു സ്പീഷീസ് ഡിസെൻഡിങ് ഓർഡർ ആണ്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ സ്പീഷീസ് ടു കിങ്ഡം ആണ് അസെൻഡിങ് ഓർഡർ. ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് കേട്ടോ. ഇനി എന്താ സ്പീഷീസിന്റെ ഒരു പ്രത്യേകത? ദ റിയൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസ് ആണ് റിയൽ ബേസിക് യൂണിറ്റ്. ഓക്കെ, സ്പീഷീസ് ആണ് റിയൽ ബേസിക് യൂണിറ്റ് ആൻഡ് ഓൾസോ സ്പീഷീസ് ആണ് ദ ഓൺലി ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, ദ ഓൺലി ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് എന്താണ്? സ്പീഷീസ് ആണ്. ഓൺലി ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. ഓക്കെ, സോ സ്പീഷീസ് ദ റിയൽ ബേസിക് യൂണിറ്റ് ആണ് ആൻഡ് ഓൺലി ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ്, അല്ലെ? അതാരാണ്? അത് സ്പീഷീസ് ആണ്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ എന്താ ടാക്സ് ആണെന്ന് മനസ്സിലായല്ലോ? നമ്മുടെ ടാക്സോണമിക് ഹയറാർക്കിയിലുള്ള ഓരോ സ്റ്റെപ്പിനെയും ഓരോ ലെവലിനെയും വിളിക്കുന്ന പേരാണ് നമ്മൾ ടാക്സ. സിംഗുലർ ആണെങ്കിൽ ടാക്സോൺ, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടിയുണ്ട് ടാക്സോണമിക്കൽ കാറ്റഗറി. സോ നിങ്ങളുടെ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണ്. വിച്ച് ഈസ് ദ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ? എന്താണ് ആൻസർ വരിക?
എന്താ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ? യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ടാക്സ. ഓക്കെ, യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ടാക്സ. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു തരുമ്പോൾ കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ടാക്സയാണ്. ഓക്കെ, ഇത് ഓരോ ടാക്സോണമിക്കൽ കാറ്റഗറിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. എത്രയാ പേരല്ലേ? ടാക്സോണമിക്കൽ കാറ്റഗറിനെ നമുക്ക് റാങ്ക് എന്നുകൂടി പറയാം. എന്തുകൂടി പറയാം? റാങ്ക് എന്നുകൂടി പറയാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് റാങ്ക്. ഓക്കെ, റാങ്ക്, ടാക്സ, ടാക്സോൺ, ടാക്സോണമിക്കൽ കാറ്റഗറി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് നോക്കിക്കേ, ലോവസ്റ്റ് ടാക്സോൺ ചോദിച്ചാൽ സ്പീഷീസും ഹയസ്റ്റ് ടാക്സോൺ ചോദിച്ചാൽ കിങ്ഡവും ആണ്. ഓൺലി ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റിയൽ ബേസിക് യൂണിറ്റ് ഇസ് ദ സ്പീഷീസ്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. ഓക്കെടാ മക്കളെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പൊ ആനിമൽസിന് നമ്മൾ പൊതുവെ ഫൈലം എന്നാണ് യൂസ് ചെയ്യുക. ഈ ഒരു ടാക്സോൺ നോക്കിക്കേ, ആനിമൽസിന് നമ്മൾ പൊതുവെ എന്താ യൂസ് ചെയ്യുക? ഫൈലം എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ. പക്ഷെ പ്ലാന്റ്സിന് നമ്മൾ ഡിവിഷൻ എന്നാണ് യൂസ് ചെയ്യുക. പ്ലാന്റ്സിന് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡിവിഷൻ എന്നാണ് യൂസ് ചെയ്യുക. പ്ലാന്റ് ഏത് ഡിവിഷനിലാണ്, ആനിമൽ ഏത് ഫൈലത്തിലാണ്, അങ്ങനെയാണ് നമ്മൾ പൊതുവെ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. യെസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ് അല്ല. ഇത് കുറെ സീരീസ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെപ്സ് ഉണ്ട്, ഹയറാർക്കി ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഓരോ സ്റ്റെപ്പും ഓരോ ടാക്സോണമിക്കൽ കാറ്റഗറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ റാങ്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള കാറ്റഗറീസിനെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റാങ്കിനെ നമ്മൾ ഓൾ ടുഗദർ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹയറാർക്കി. എന്താണ് വിളിക്കുക? ടാക്സോണമിക് ഹയറാർക്കി. അതില് ഓരോ കാറ്റഗറിയും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് റാങ്ക്, അല്ലെങ്കിൽ നമുക്ക് അതിനെ കോമൺ ആയിട്ട് എന്ത് വിളിക്കാം? ടാക്സോൺ എന്ന് വിളിക്കാം. പ്ലൂറൽ എന്താണ്? ടാക്സയാണ്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. സോ നമുക്ക് ടാക്സോണമിക്കൽ കാറ്റഗറിയും ഹയറാർക്കിയും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഇപ്പൊ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ് അല്ലെ. എല്ലാ ഇൻസെക്ട്സിനെയും നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഇവർക്കൊക്കെ ഒരു കോമൺ ഫീച്ചർ ഉണ്ട്. എന്താണ്? ദാറ്റ് ഈസ് 3 pairs ഓഫ് ജോയിന്റഡ് ലെഗ്സ്. നിങ്ങൾ ഏതൊരു ഇൻസെക്റ്റിനെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, എല്ലാവർക്കും 3 ജോഡി ജോയിന്റഡ് ലെഗ്സ് ഉണ്ട്. ഓക്കെ, 3 ജോഡി എന്തുണ്ട്? ജോയിന്റഡ് ലെഗ്സ് ഉണ്ട്. ഓക്കെ, യെസ്. സോ നമുക്ക് ഇൻസെക്ട്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? 3 pairs ഓഫ് ജോയിന്റഡ് ലെഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ആൻഡ് നോക്കിക്കടാ, ഓരോ ഗ്രൂപ്പും ഓരോ കാറ്റഗറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓരോ കാറ്റഗറിയും ഡിനോട്ട് ചെയ്യുന്നത് റാങ്കിനെയാണെന്ന് പറഞ്ഞു. ഓരോ റാങ്ക് അല്ലെങ്കിൽ ടാക്സോണും റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞു. എല്ലാം സെയിം സാധനം തന്നെയാണ്, പക്ഷെ ഇതിനെ ഇവരിങ്ങനെ പല 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 പേരുകളിലായിട്ട് പറയുന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അതായത് ഓരോ ഗ്രൂപ്പും ഓരോ കാറ്റഗറിയാണ്. സ്പീഷീസ് ഒരു കാറ്റഗറിയാണ്, കിങ്ഡം ഒരു കാറ്റഗറിയാണ്, ഓർഡർ ഒരു കാറ്റഗറിയാണ്. ഓരോ കാറ്റഗറിയും ഒരു റാങ്ക് ആണ്. ഓക്കെ, ഓരോ റാങ്കും ഓരോ ടാക്സോൺ ആണ്. ഓരോ ടാക്സോണും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനെയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഓരോ ഓർഗാനിസത്തിനെ കുറിച്ചും, അതായത് നമ്മളെ ഭൂമിയിൽ എത്ര ഓർഗാനിസം ആണോ ഇപ്പൊ നമ്മൾ നിലവിൽ അറിയപ്പെടുന്നത് അല്ലെ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, ആ ഓർഗാനിസത്തിന്റെ ഒക്കെ ടാക്സോണമിക്കൽ സ്റ്റഡി നമ്മൾ എടുത്തു. അങ്ങനെ നമുക്ക് അവരുടെ കാറ്റഗറീസ് മനസ്സിലായി, അവരുടെ കിങ്ഡം ഏതാന്ന് മനസ്സിലായി, അവരുടെ ഫൈലം ഏതാന്ന് മനസ്സിലായി, അവരുടെ ഡിവിഷനും ക്ലാസും ഓർഡറും ഫാമിലിയും സ്പീഷീസും ജീനസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് ഭൂമിയിൽ ഇന്നേ വരെ ഏതൊരു ഓർഗാനിസം ഉണ്ടായിട്ടുണ്ടോ ആ ഓരോ ഓർഗാനിസത്തിനെ കുറിച്ചും നമ്മൾ പഠനം നടത്തി അവരിലെ കിങ്ഡം, ഫൈലം, ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് പോലെയുള്ള കോമൺ കാറ്റഗറീസ് അല്ലെ, ടാക്സോണമിക് കാറ്റഗറീസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏതൊരു ഓർഗാനിസം നിങ്ങൾ എടുത്ത് നോക്കിക്കോ, പ്ലാന്റോ ആനിമലോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ഇതിൽ സ്പീഷീസ് ആണ് ലോവസ്റ്റ് ടാക്സോൺ അല്ലെങ്കിൽ ലോവസ്റ്റ് കാറ്റഗറീനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും ലോവസ്റ്റ് ടാക്സോൺ അല്ലെങ്കിൽ ലോവസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? അത് സ്പീഷീസ് ആണ്. ഓക്കെ, സ്പീഷീസ് ആണ്. അപ്പം ഇത്ര മാത്രം നമ്മൾ ഇതിൽ പഠിച്ചാൽ പോരാ, ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വിത്ത് എക്സാമ്പിൾ പഠിക്കണം അല്ലെ. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ അടക്കം നമ്മൾ ഈ ഒരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കാര്യം കൂടി പറയുന്നുണ്ടടാ. എന്താ പറയുന്നത്? അതായത് ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഓർഗാനിസത്തിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ സിമിലാരിറ്റി അനുസരിച്ചും അവരുടെ ഡിസിമിലാരിറ്റീസ് അനുസരിച്ചും ഒക്കെ നമുക്ക് ഓർഗാനിസംസിനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇവരൊക്കെ ഒരേ ഗ്രൂപ്പിൽ വരുന്നതാ, ഇവരൊക്കെ വേറെ ഗ്രൂപ്പിൽ വരുന്നതാ. ആ രീതിയിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഇതിലൂടെ എന്താണ്? പോസിബിൾ ആണ്. ഓക്കെ, സോ അതിന്റെ ഏറ്റവും ബേസിക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം?
ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ ആ ഒരു ഒറ്റ ഓർഗാനിസത്തിന്റെ ആണെങ്കിലും ക്യാരക്ടർ എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രമേ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും, അതായത് ഈ ക്ലാസിഫിക്കേഷൻ തന്നെ പോസിബിൾ ആവുള്ളൂ. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ടാക്സോണമിയിൽ തന്നെ ഏറ്റവും പ്രൈമറി ആയിട്ട് വരുന്ന കാര്യം ക്യാരക്ടറൈസേഷൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഐഡന്റിഫിക്കേഷനും അതേപോലെ ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും ഒക്കെ വരുന്നത്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ശരിക്കും ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് വരുന്നതിന് മുന്നേ സിമ്പിൾ ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ടാക്സോണമിക്കൽ ഹയറാർക്കി നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആകും, അതായത് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആകും. ഓക്കെ, യെസ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 3 ആൾക്കാർ എടുക്കാം അല്ലെ. ഏതൊക്കെയാ 3 ആൾക്കാർ? ആരൊക്കെയാണ് ആ 3 ആൾക്കാർ? ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരൊക്കെയാണ് ഈ 3 ആൾക്കാർ? ലയൺ, ടൈഗർ, പാർഡസ്. പാർഡസ് അല്ല, സോറി, ലെപ്പേർഡ്. പാർഡസ് അതിന്റെ സയന്റിഫിക് നെയിമാണ്. യെസ്, ടൈഗർ, ലെപ്പേർഡ്. ഓക്കെ, ലയൺ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ലിയോ, അതായത് പാന്തറ ലിയോ. പാന്തറ ലിയോ. ടൈഗർ എന്ന് പറയുമ്പോൾ പാന്തറ ടൈഗ്രസ്. ലെപ്പേർഡ് എന്ന് പറയുമ്പോൾ പാന്തറ പാർഡസ്. ഇതാണ് അവരുടെ ജീനസും സ്പീഷീസും. അതായത് ലയന്റെ സ്പീഷീസ് നെയിം ലിയോ, ടൈഗറിന്റെ സ്പീഷീസ് നെയിം ടൈഗ്രസ്, ലെപ്പേർഡിന്റെ സ്പീഷീസ് നെയിം പാർഡസ്. ഇവരെല്ലാവരും കൂടി വരുന്നത് ഒരേ ജീനസിലാണ്. ആ ജീനസ് ആണ് പാന്തറ. ഓക്കെ, ആ ജീനസ് എന്താണ്? പാന്തറ. അപ്പൊ സ്പീഷീസ് എന്ന് പറയുമ്പോൾ കോമൺ ക്യാരക്ടേഴ്സ് കൂടുതലായിരിക്കും. പാന്തറയിലേക്ക് എത്തിയപ്പോഴേക്കും അത് കുറച്ച് കുറഞ്ഞു. ഓക്കെ, അപ്പൊ ലിയോ, ടൈഗ്രസ്, പാർഡസ് എല്ലാം വരുന്നത് ഒരേ ജീനസിലാണ്, ദാറ്റ് ഇസ് പാന്തറ. ഓക്കെ, അപ്പൊ ഇവരൊക്കെ ബിഗ് കാറ്റ്സ് അല്ലേ? ഇവരൊക്കെ ബിഗ് കാറ്റ്സ് ആണ് കേട്ടോ. ഇനി സ്മോൾ കാറ്റ്സ്. സ്മോൾ കാറ്റ്സ്. സ്മോൾ കാറ്റ്സിന്റെ ജീനസ് ഫെലിസ് ആണ്. ഓക്കെ, സ്മോൾ കാറ്റ്സിന്റെ ജീനസ് എന്താണ്? ഫെലിസ് ആണ്. ബിഗ് കാറ്റ്സിന്റെ ജീനസ് എന്താണ്? പാന്തറയാണ്. ഇത് രണ്ടും വരുന്നത് ഒരേ ഫാമിലിയിലാണ്. എന്തിലാണ്? ഒരേ ഫാമിലിയിലാണ്. ഇത് രണ്ടും വരുന്നത് ഒരേ ഫാമിലിയിലാണ്, ദാറ്റ് ഇസ് ഫെലിഡേ. ഏതാണ് ഫാമിലി? ഫെലിഡേ. ഓക്കെ, അപ്പം സ്മോൾ കാറ്റ്സും ബിഗ് കാറ്റ്സും ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ വന്നു, ഒരേ ഫാമിലിയിൽ വന്നു, ഫെലിഡേയിൽ വന്നു. ഇനി നമ്മളെ ഡോഗ്സിന്റെ ഫാമിലിയാണ് കെനിഡേ. ഡോഗ്സിന്റെ ഫാമിലി എന്താണ്? കെനിഡേ. ഓക്കെ, ഈ കാറ്റ്സ് ആയിട്ടുള്ള ഫെലിഡയും ഡോഗ്സ് ആയിട്ടുള്ള കെനിഡയും വരുന്നത് ഒരേ ഓർഡറിലാണ്. ഏതാണ് ഓർഡർ? കാർണിവോറ. ഏതാണ് ഓർഡർ? കാർണിവോറ. ഓക്കെ, ഓർഡർ ഏതാണ്? കാർണിവോറ. കണ്ടില്ലേ? അപ്പൊ ഡോഗും അതേപോലെ തന്നെ കാറ്റും ഒക്കെ ഒരേ ഓർഡറിൽ വന്നു, കാർണിവോറ. കാർണിവോറ എന്ന് വിളിക്കാൻ കാരണം ഇവരെല്ലാവരും മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ്, സോ കാർണിവോറ. ഇനി പ്രൈമേറ്റ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ ഓർഡർ ആണ് കേട്ടോ. പ്രൈമേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരുടെ ഓർഡർ ആണ്. നമ്മൾ മനുഷ്യന്മാരുടെ ഓർഡറും അതേപോലെ തന്നെ കാർണിവോറയും വരുന്നത് ഒരേ ക്ലാസ്സിലാണ്, ക്ലാസ് മെമേലിയ. ഏതാണ് ക്ലാസ്? ക്ലാസ് മെമേലിയ അല്ലെ? പട്ടിയും പൂച്ചയും മനുഷ്യനൊക്കെ മാമൽസ് ആണടാ. സോ നമ്മളെല്ലാരും ഒരേ ക്ലാസ്സിൽ വന്നു, ദാറ്റ് ഇസ് ക്ലാസ് മെമേലിയ. ഓക്കെ, ആൻഡ് റെപ്റ്റൈൽസ് നിങ്ങൾക്ക് അറിയാലോ, ഉരകങ്ങൾ, അതായത് പാമ്പ്, നമ്മുടെ മുതല, ഇതൊക്കെ വരുന്നത് റെപ്റ്റൈൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റെപ്റ്റീലിയ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലാണ്. റെപ്റ്റീലിയയും നമ്മൾ മെമേലിയയും വരുന്നത് ഒരേ ഫൈലത്തിലാണ്. ഏതാ ഫൈലം? ഫൈലം കോർഡേറ്റ. ഏതാണ് ഫൈലം? ഫൈലം കോർഡേറ്റ. ഓക്കെ, എല്ലാ ആനിമൽസിനെയും നിങ്ങൾ എടുത്ത് നോക്കിക്കോ. എല്ലാ ആനിമൽസും ഇൻക്ലൂഡിങ് കോർഡേറ്റ വരുന്നത് ഏത് കിങ്ഡത്തിലാ? കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ. കണ്ടില്ലേ? കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് മേലേക്ക് പോയപ്പോൾ കുറഞ്ഞു, താഴേക്ക് എത്തിയപ്പം കൂടി. ഓക്കെ, ഇത് നല്ലൊരു എന്താ പറയുക, നീറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, യെസ്. അപ്പം സ്പീഷീസ് എന്ന് പറയുന്നതാണ് നമ്മൾ ലോവസ്റ്റ് ടാക്സോൺ. ഇപ്പൊ ലയൺ, ടൈഗർ, ലെപ്പേർഡ് അല്ലെ, ലിയോ, ടൈഗ്രസ്, പാർഡസ്, ഈ ജീനസ് മുഴുവനും വരുന്നത്, ഈ സ്പീഷീസ് മുഴുവനും വരുന്നത് ഒരേ ജീനസിലാണ്. അതേത് ജീനസ് ആണ്? ദാറ്റ് ഈസ് പാന്തറ. അപ്പൊ പാന്തറ എന്ന് പറയുന്നത് ബിഗ് കാറ്റ്സിന്റെ ജീനസ് ആണ്. സ്മോൾ കാറ്റ്സിന്റെ ജീനസ് ഫെലിസ് ആണ്. സ്മോൾ കാറ്റ്സും ബിഗ് കാറ്റ്സും പാന്തറയും ഫെലിസും വരുന്നത് ഒരേ ഫാമിലിയിലാണ്, ഫെലിഡേ. ഓക്കെ, ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയുടെ ഓർഡർ വരുന്നത് കാർണിവോറ. ഡോഗ്സ് എന്ന് പറയുന്നത് കാനിഡേ എന്ന് പറയുന്ന ഫാമിലിയാ, അവരുടെ ഓർഡർ വരുന്നതും കാർണിവോറ. അപ്പൊ ഡോഗും കാറ്റും ഇപ്പൊ ഒരേ ഓർഡറിൽ എത്തി, ദാറ്റ് ഇസ് കാർണിവോറ. ഓക്കെ, യെസ്. ഇനി നമ്മൾ മനുഷ്യന്മാരുടെ ഒക്കെ ഓർഡർ എന്താണ്? പ്രൈമേറ്റ ആണ് അല്ലെ, പ്രൈമേറ്റ. ആൻഡ് ഡോഗ്സിന്റെയും കാറ്റ്സിന്റെയും ഓർഡർ ഏതാണ്? കാർണിവോറ. പക്ഷേ
മനുഷ്യന്മാര് വരുന്ന പ്രൈമേറ്റയും പട്ടിയും പൂച്ചയും വരുന്ന കാർണിവോറയും വരുന്ന ഒരേ ക്ലാസ്സിലാണ്, ക്ലാസ് മെമേലിയ. നമ്മളൊക്കെ മാമൽസ് ആണ്. ഓക്കെ, യെസ്. ഇനി മെമേലിയയും അതേപോലെ മറ്റൊരു ക്ലാസ് ആയിട്ടുള്ള റെപ്റ്റീലിയയും വരുന്നത് ഒരേ ഫൈലത്തിലാണ്, കോർഡേറ്റ. ഓക്കെ, ഇനി കോർഡേറ്റയും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ അനിമൽസും, അതായത് നോൺ കോർഡേറ്റ്സ്, ബാക്കി വരുന്നത് നോൺ കോർഡേറ്റ്സ് ആണ്. കോർഡേറ്റ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നോൺ കോർഡേറ്റ്സും. കോർഡേറ്റ്സും നോൺ കോർഡേറ്റ്സും മുഴുവനും വരുന്നത് ഒരേ കിങ്ഡത്തിലാണ്, ദാറ്റ് ഇസ് കിങ്ഡം അനിമേലിയ. ഓക്കെ, കിങ്ഡം അനിമേലിയ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എങ്കിലും പ്രൈമറി ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു വെക്കണം, ബിക്കോസ് ഇറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിന്റെയും ആ ഒരു ഡെഫിനിഷൻ അടക്കം നമുക്ക് പഠിക്കാം അല്ലെ. ഫസ്റ്റത്തേതാണ് സ്പീഷീസ്. ഓക്കെ, ഫസ്റ്റത്തേത് എന്താണ്, സ്പീഷീസ്. സോ സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ്, അതായത് ഏറ്റവും ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, കോമൺ ക്യാരക്ടേഴ്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരേ സ്പീഷീസിലാണ് വരുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ കോമൺ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്, അവരാണ് ഒരേ സ്പീഷീസിൽ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം. ഒരു സ്പീഷീനെ മറ്റൊരു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേർതിരിക്കണം അല്ലെ. അത് അവരുടെ മോർഫോളജിക്കൽ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും, അവരുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. ഇവർ രണ്ടുപേരും ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ്. ഇവരെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക? രണ്ടും മോർഫോളജിക്കലി ഡിഫറെന്റ് ആണ്, രണ്ടും കാണാൻ വ്യത്യസ്തമായിട്ടായിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മാൻജിഫറ ഇൻഡിക്ക, സൊളേനം ട്യൂബറോസം ആൻഡ് പാന്തറ ലിയോ. ഈ 3 പേര് നിങ്ങൾ നോക്കിക്കേ, ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ. ഇതെല്ലാം സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ് കാണിക്കുന്നത്. മാൻജിഫറ, സൊളാനം, പാന്തറ എന്ന് പറയുന്നത് ജീനസ് നെയിം അല്ലെ, ജനറിക് നെയിം ആണ് കാണിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നമുക്കറിയാം സ്പീഷീസിന്റെ തൊട്ട് മുകളിൽ വരുന്ന ഹയസ്റ്റ് ടാക്സോൺ ആണ് ജീനസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഓരോ ജീനസിനും ഒന്നോ അതിൽ കൂടുതലോ ആയിട്ടുള്ള സ്പീഷീസ് നെയിം അല്ലെങ്കിൽ സ്പെസിഫിക് എപ്പിത്തറ്റ് ഉണ്ടാകും. നോക്കിക്കേ, പാന്തറ ഒരൊറ്റ ജീനസ് അല്ലേ പാന്തറ. ആ ഒരൊറ്റ ജീനസ് ആയിട്ടുള്ള പാന്തറയ്ക്ക് എന്തൊക്കെയുണ്ട്? ടൈഗ്രസ് ഉണ്ട്, ലിയോ ഉണ്ട്, പാർഡസ് ഉണ്ട്. അപ്പൊ ഒരു ജീനസിന് തന്നെ ഒന്നിൽ കൂടുതൽ എന്ത് വന്നു? ജനറിക് നെയിം വന്നു, ഡിഫറെന്റ് സ്പീഷീസ് വന്നു. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്. ആൻഡ് ഇതൊക്കെ ഡിഫറെന്റ് ഓർഗാനിസംസിനെയാണ് കാണിക്കുന്നത്. ഇവർക്ക് മോർഫോളജിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാകും, പക്ഷെ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിന്റെ ഇടയിൽ മോർഫോളജിക്കൽ ആയിട്ട് ചില ഡിഫറൻസസും ഉണ്ടാകും. ഓക്കെ, യെസ്. സോ പാന്തറയുടെ ഒരു സ്പെസിഫിക് എപ്പിത്തറ്റ് സ്പീഷീസ് നെയിം ആണ് ടൈഗ്രസ്. ഓക്കെ, സൊളേനത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇപ്പൊ പാന്തറയിൽ നമ്മൾ പറഞ്ഞു ടൈഗ്രസ്, ലിയോ, പാർഡസ് ഒക്കെ വരും. സൊളേനത്തിലോ സൊളേനം നൈഗ്രം ഉണ്ട്. ഓക്കെ, സൊളേനം നൈഗ്രം ഉണ്ട്, സൊളേനം മെലോഞ്ചിന ഉണ്ട്, അതായത് നമ്മളെ ബ്രിഞ്ചോള്. സൊളേനം നൈഗ്രം എനിക്ക് തോന്നുന്നു മണിത്തക്കാളി അങ്ങനെ എന്തോ ആണടാ. ഓക്കെ, പിന്നെ സൊളേനം ട്യൂബറോസം, അതെന്താ പൊട്ടേറ്റോ. അപ്പൊ സൊളേനം അല്ലെ, സൊളേനത്തിൽ തന്നെ എന്തൊക്കെ വന്നു? മെലോഞ്ചിന വന്നു, ബ്രിഞ്ചോള് വന്നു, ട്യൂബറോസം വന്നു, പൊട്ടേറ്റോ വന്നു, ആൻഡ് നൈഗ്രം, അതെല്ലാം വന്നില്ലേ. ഒരൊറ്റ ജീനസിന് തന്നെ എന്ത് വന്നു? കുറെ സ്പീഷീസ് വന്നു. ഓക്കെ, ഇനി നമ്മളെ സ്പീഷീസ് എന്താ? ഹ്യൂമൻ ബീങ്സിന്റെ സ്പീഷീസ് സാപ്പിയൻസ് ആണ് കേട്ടോ. നമ്മളെ ജീനസ് എന്താ? ഹോമോ ആണ്. അപ്പൊ നമ്മളെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ്. നമ്മളെ സയന്റിഫിക് നെയിം എന്താണ്? ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ്. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്, ഇതാണ് സ്പീഷീസ്. എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഒന്നുമില്ല, സ്പീഷീസില് കുറെ ഓർഗാനിസംസ് ഉണ്ടാവും. ആ ഓർഗാനിസംസിനൊക്കെ എന്തുണ്ടാവും? ഫണ്ടമെന്റൽ സിമിലാരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്. ആൻഡ് നമുക്ക് എങ്ങനെ ഒരു സ്പീഷീനെ മറ്റൊരു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? അത് മോർഫോളജിക്കൽ ഡിഫറൻസ് വെച്ചിട്ടാണ് പറ്റുക. അതിൽ നിങ്ങൾ സൊളേനത്തിന്റെയും പാന്തറയുടെയും എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. അടുത്തതാണ് ജീനസ്. ശരിക്കും ഇപ്പൊ തന്നെ നമ്മൾ ജീനസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. ജീനസിൽ എന്താ വരുന്നത്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ് ജീനസിൽ വരുന്നത്. എന്താണ്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആണ് ജീനസിൽ വരുന്നത്. ഒരേപോലെ വരുന്ന കുറെ സ്പീഷീസിനെ നമ്മൾ ഒരു ജീനസിൽ കൊണ്ടുപോയി പിടിച്ചിടും. ഓക്കെ, യെസ്. ആൻഡ് അപ്പൊ ഇവർക്ക് എന്തുണ്ടാകും? കുറെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകും. സ്പീഷീസിന്റെ അത്ര ഉണ്ടാവില്ല, എങ്കിലും അതിനോട് അടുത്ത് വരുന്ന കുറെ കോമൺ ക്യാരക്ടേഴ്സ് ആണ് ഈ ജീനസിൽ വരുന്ന പല സ്പീഷീസിനും ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഇസ് ആൻ അഗ്രിഗേഷൻ ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. എക്സാമ്പിൾ, പൊട്ടേറ്റോയും ബ്രിഞ്ചോളും നിങ്ങൾ എടുക്കുക. ഇത് രണ്ട് സ്പീഷീസാ. പൊട്ടേറ്റോയും ബ്രിഞ്ചോളും രണ്ടും വേറെ വേറെ അല്ലേ, പക്ഷെ ഇത് രണ്ടും ഒരേ ജീനസിലാണ് വരുന്നത്. ഏതാ ജീനസ്? സൊളേനം. അതേപോലെ ലെപ്പേർഡ്, ടൈഗർ, ലയൺ, ഇത് മൂന്ന് സ്പീഷീസ് അല്ലേ, പക്ഷെ എല്ലാം വരുന്നത് പാന്തറ എന്ന് പറയുന്ന
ജീനസിലാണ്. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്. പിന്നെ കാറ്റിന്റെ ജീനസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫെലിസ്. ഫെലിസ് ആണ് കാറ്റിന്റെ ജീനസ് കേട്ടോ. അത്രയേ ഉള്ളൂ ജീനസിൽ. സോ ജീനസ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. നെക്സ്റ്റ് ഇസ് ഫാമിലി. ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ്. ഇത് മുകളിലേക്ക് പോവല്ലേ അല്ലെ? മുകളിലേക്ക് പോവാ. നോക്കിക്കേ, KPC ഓഫ് GS. ഞാൻ ഈ ചാപ്റ്റർ എപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ കോഡ് ഓർത്ത് വെക്കുക. KPC ഓഫ് GS, KPC ഓഫ് GS, KPC ഓഫ് GS. ഓക്കെ, യെസ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ജീനസ് അല്ല, ജീനസിൽ എന്താ വരുന്നത്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. ഫാമിലിയിൽ എന്താ വരുന്നത്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് ജീനസ്. ഓർഡറിൽ എന്താ വരുന്നത്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലീസ്. ക്ലാസ്സിൽ എന്താ വരുന്നത്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് ഓർഡേഴ്സ്. ഫൈലത്തിൽ എന്താ വരുന്നത്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് ക്ലാസ്. കിങ്ഡത്തിൽ എന്താ വരുന്നത്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് ഫൈലംസ്. ഇതിങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ, ഫാമിലി. ഇപ്പൊ ഫാമിലിയിൽ ഞാൻ പറഞ്ഞു കുറെ ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് ആണ് വരുന്നത് അല്ലെ? സോ സിമിലാരിറ്റി കുറച്ചും കൂടി കുറഞ്ഞു. ജീനസിൽ നിന്ന് സ്പീഷീസിൽ നിന്ന് ജീനസ്, ജീനസിൽ നിന്ന് ഫാമിലിയിലേക്ക് എത്തിയപ്പോഴേക്ക് കുറച്ച് സിമിലാരിറ്റി ഇങ്ങനെ കുറഞ്ഞു വന്നു അല്ലെ? യെസ്. ഇനി ഫാമിലി നമ്മൾ പൊതുവെ ക്യാരക്ടറൈസ് ചെയ്യുക, അതായത് ഫാമിലിനെ നമ്മൾ പൊതുവെ തീരുമാനിക്കുന്നത് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് വെജിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും മറ്റൊന്ന് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സും. ഇത് പ്രധാനമായിട്ടും ആരുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്ലാന്റ് സ്പീഷീസിന്റെ കാര്യം അല്ലെ? പ്ലാന്റ്സിന് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ട്. അതനുസരിച്ചായിരിക്കും അവരുടെ ഫാമിലിനെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, യെസ്. നോക്കിക്കേടാ, 3 ജീനസിൽ വരുന്ന ആൾക്കാർ. ഒന്ന് സൊളേന, അതൊരു ജീനസ് ആണ്. പെറ്റൂണിയ, ഡെറ്റ്യൂറ, ഇതും ഓരോരോ ജീനസ് ആണ്. ഇതെല്ലാം വരുന്ന ഫാമിലി സോളനേസിയ എന്ന് പറയുന്ന ഫാമിലിയാണ് കേട്ടോ. ഇതെല്ലാം വരുന്നത് ഏത് ഫാമിലിയിലാണ്? സോളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. ഓക്കെ, സോളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിലാണ്. ഇനി ജീനസ് പാന്തറ, അതായത് നമ്മുടെ ലയൺ, ടൈഗർ, ലെപ്പേർഡ് ഒക്കെ വരുന്ന ജീനസ് ആണ് പാന്തറ. പിന്നെ കാറ്റ് വരുന്ന ജീനസ് ആണ് ഫെലിസ്. ഇവര് രണ്ടുപേരും, സ്മോൾ കാറ്റ്സും ബിഗ് കാറ്റ്സും വരുന്ന ഫാമിലി ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയാണ് കേട്ടോ. ഓക്കെ, സോ അതിന്റെ അർത്ഥം എന്താണ്? കാറ്റിലും ഡോഗിലും എന്തൊക്കെയോ ചില സിമിലാരിറ്റീസ് ഉണ്ട്, അതിനനുസരിച്ച് കുറെ ഡിഫറൻസുകളും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് ചെയ്തിട്ടുള്ളത്? ആ സിമിലാരിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരെ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരേ ഫാമിലി, അതായത് ഫെലിഡേയിൽ പിടിച്ച് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ഫെലിഡേ കാറ്റിന്റെ ഫാമിലി അല്ലേ? കെനിഡേ എന്ന് പറയുന്നത് ഡോഗിന്റെ ഫാമിലിയാണ് കേട്ടോ. ഡോഗിന്റെ ഫാമിലിയാണ് കെനിഡേ. ഓക്കെ, സെറ്റ് ആയല്ലോ. യെസ്. ഫാമിലിയിൽ ഒരൊറ്റ എക്സ്ട്രാ കാര്യം കൂടി പറയാനുണ്ട്. എല്ലാ ഫാമിലിയുടെ പേരും എൻഡ് ചെയ്യുന്നത് AEയിലായിരിക്കും. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കേ, കെനിഡേ AE, ഫെലിഡേ AE അല്ലെ? ഹോമിനിഡേ നമ്മുടെ ഫാമിലി അല്ലെ? AE. സോളനേസിയെ, അനാകാഡേസിയെ എല്ലാം AEയിൽ തന്നെയാണ് അവസാനിക്കുക. സോ നമുക്ക് ഫാമിലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തതാണ് ഓർഡർ. ഓക്കെ, ഓർഡർ. സോ കുറെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് ആണ് ഒരു ഓർഡറിൽ വരിക. അപ്പൊ ഓർഡറിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് സിമിലർ ക്യാരക്ടേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള ഫാമിലിനെ മുഴുവനും നമ്മൾ ഒരു ഓർഡറിൽ തന്നെ പിടിച്ചിടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, അതായത് സ്പീഷീസ്, ജീനസ്, ഫാമിലീസ് അല്ലെ? കുറെ സിമിലർ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്താണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഇവരെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുള്ളത് അല്ലെ? സോ ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡറും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഹയർ ടാക്സോണമിക് കാറ്റഗറീസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും. പക്ഷേ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് സിമിലർ ക്യാരക്ടേഴ്സ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഹയർ കാറ്റഗറിയാണ്. ഓക്കെ, അപ്പം ഓർഡർ എന്താ ഉള്ളത്? കുറെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസിന്റെ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഓർഡറിൽ കാണാനായിട്ട് പറ്റുക കേട്ടോ. ഓക്കെ, പക്ഷെ ഇവരുടെ സിമിലർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നമ്മൾ ജീനസ് ആയിട്ടോ ഫാമിലി ആയിട്ടോ സ്പീഷീസ് ആയിട്ടോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓർഡറിൽ വരുന്ന ആൾക്കാരുടെ സിമിലർ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. നിങ്ങൾ പ്ലാന്റിന്റെ ഫാമിലി എടുക്കുക, കൺവോൾവുലേസിയേ. ഓക്കെ, എന്താണ് കൺവോൾവുലേസിയേ? ഇത് പ്ലാന്റിന്റെ ഒരു ഫാമിലിയാണ്. സോളനേസിയെ, ഇതും പ്ലാന്റിന്റെ ഒരു ഫാമിലിയാണ്. ഇതൊക്കെ വരുന്ന ഓർഡർ പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡർ ആണ് കേട്ടോ. സോ നമ്മള് ഫ്ലോറൽ ക്യാരക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് കൺവോൾവുലേസിയേനെയും സോളനേസിയേനെയും പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ആനിമൽസിന്റെ ഓർഡർ എടുക്കുക. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളെ ഫാമിലീസ് ബിഗ് കാറ്റിന്റെയും അതേപോലെ ഡോഗിന്റെയും, ബിഗ് കാറ്റ് മാത്രമല്ല അല്ലെ, കാറ്റിന്റെയും ഡോഗിന്റെയും, ഫെലിഡേ, കാനിഡേ, ഇത് രണ്ടും ഫാമിലീസ് ആണ്. ഇവരെ രണ്ടുപേരെയും നമ്മൾ കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിലാണ് പിടിച്ചിട്ടിരിക്കുന്നത്.
കാരണം ഇവരെല്ലാം കാർണിവോറസ് നേച്ചർ കാണിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. അപ്പൊ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ നിർബന്ധമായും പഠിക്കണം എന്നില്ലെങ്കിൽ പോലും അനിമൽസിന്റെ എക്സാമ്പിൾ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. ഫെലിഡേ എന്ന് പറയുന്നത് കാറ്റ്സ്, ഇൻക്ലൂഡ്സ് ബിഗ് ആൻഡ് സ്മോൾ കാറ്റ്സ്. കാനിഡേ ഡോഗ്സ്, ഇത് രണ്ടും കൂടി വരുന്നത് ഒരേ ഓർഡറിലാണ് കാർണിവോറ. ഇനി അതല്ല പ്ലാന്റ്സിന്റെ ആണെങ്കിൽ പോളിമോണിയൽസ് എന്നുള്ള പേര് കൂടി പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തതാണ് ക്ലാസ്. അപ്പൊ ക്ലാസ്സിൽ വരുന്നത് കുറെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കും. ഇപ്പോ ഓർഡർ പ്രൈമേറ്റ. ഓർഡർ പ്രൈമേറ്റ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ മനുഷ്യന്മാര്, മങ്കി, ഗൊറില്ല, ഗിബ്ബൺ ഇതെല്ലാം വരുന്ന ഓർഡർ ആണ് ഓർഡർ പ്രൈമേറ്റ. ഓക്കെ, അതേപോലെ തന്നെ കാർണിവോറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ചൊരു ഓർഡർ ഉണ്ട് അല്ലെ, ടൈഗർ, കാറ്റ്, ഡോഗ് ഒക്കെ വരുന്ന ഓർഡർ. ഇവരെല്ലാം വരുന്നത് ഒരേ ക്ലാസ്സിലാണ്. ദാറ്റ് ഇസ് ക്ലാസ് മെമേലിയ. ഏതാണടാ ക്ലാസ്? ക്ലാസ് മെമേലിയ. കണ്ടില്ലേ? ഇവരെല്ലാവരും കൂടി നമ്മൾ എന്തൊക്കെയോ സിമിലാരിറ്റീസ് അനുസരിച്ചാണ് ഒരേ ക്ലാസ്സിൽ പിടിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷെ സിമിലാരിറ്റീസ് ബാക്കി താഴെ വരുന്ന ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും എന്ന് മാത്രം. അടുത്തതാണ് ഫൈലം. ഓക്കെ, ഫൈലം. ഫൈലം എന്ന് പറയുമ്പോൾ കുറെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഫൈലത്തിൽ വരുന്നത്. ഓക്കെ, യെസ്. അതായത് ഫിഷസിൻ്റെത്, ആംഫിബിയൻസിൻ്റെത്, റെപ്റ്റൈൽസിൻ്റെത്, ബേർഡ്സിൻ്റെത്, മാമൽസിൻ്റെത് എല്ലാവർക്കും എന്തുണ്ട്? ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് എല്ലാം വരുന്നത് എന്തിലായിരിക്കും? ഒരു ഫൈലത്തിലായിരിക്കും. ഫൈൽ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഹയർ കാറ്റഗറി ആണ് കേട്ടോ. എല്ലാം ടോപ്പിൽ നിൽക്കുന്ന ഹയർ കാറ്റഗറി ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫൈലം കോർഡേറ്റ അല്ലെ, ഫൈലം കോർഡേറ്റ ശരിക്കും പറഞ്ഞാൽ ക്ലാസ് മെമേലിയ. ആംഫീബിയ എന്ന് പറയുന്നത് ക്ലാസ് ആണ്, റെപ്റ്റീലിയ എന്ന് പറയുന്നത് ക്ലാസ് ആണ്, ഏവ്സ് ക്ലാസ് ആണ്, ഫിഷസിന് ക്ലാസ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാവരും കൂടി വരുന്നത് ഒരേ ഫൈലത്തിലാണ്. ഏതാണ് ഫൈലം? ഫൈലം കോർഡേറ്റ. ഓക്കെ, കാരണം ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? നോട്ടോകോഡ് പ്രസന്റ് ആണ്. അതൊരു കോമൺ ഫീച്ചർ അല്ലേ? എല്ലാവർക്കും എന്തുണ്ട്? നോട്ടോകോഡ് ഉണ്ട്. അതേപോലെ ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം ഉണ്ട്. സോ നമ്മൾ ഇവരെല്ലാവരെയും പിടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പല ക്ലാസ്സിലുള്ള ആൾക്കാരെ പിടിച്ചിട്ട് നമ്മൾ ഒരേ ഫൈലമായിട്ടുള്ള കോർഡേറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോർഡേറ്റ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ്? പ്രസൻസ് ഓഫ് നോട്ടോകോഡ് അല്ലെ? യെസ്, അത്രയേ ഉള്ളൂ. ഇനി പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ ഫൈലം എന്നല്ല കൂടുതൽ യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിവിഷൻ എന്നാണ് കേട്ടോ. ഓക്കെ, എന്താ യൂസ് ചെയ്യുന്നത്? ഡിവിഷൻ എന്നാണ് യൂസ് ചെയ്യുന്നത്. മക്കളെ നോക്കിക്കേതാ ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾ? KPC ഓഫ് GS അല്ലെ? ഇത് ടാക്സോണമിക് കാറ്റഗറീസ് ഓരോന്നും കറക്റ്റ് ഓർഡറിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ടാക്സോണമിക്കൽ ഹയറാർക്കി. ആൻഡ് ഇത് എന്ത് ഓർഡറിലാണ് തന്നിരിക്കുന്നത്? അസെൻഡിങ് ഓർഡറിലാണ് തന്നിരിക്കുന്നത്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് കേട്ടോ. ഇങ്ങനെ ആരോ മാർക്ക് വരുമ്പോഴാണ് ഡിസെൻഡിങ് ഓർഡർ. ഇത് അസെൻഡിങ് ഓർഡർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൃത്തിയായിട്ട് പഠിക്കുക. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് 101% ഉണ്ട്. അടുത്തതാണ് കിങ്ഡം, ദ ഹയസ്റ്റ് ടാക്സോൺ. എല്ലാ അനിമൽസും, അതായത് പല 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 ഫൈലംസ് ഉണ്ട്. ആ പല ഫൈലംസ് ഉള്ള എല്ലാ അനിമൽസും വരുന്നത് ഒരേ കിങ്ഡത്തിലാണ്. ദാറ്റ് ഇസ് കിങ്ഡം അനിമേലിയ. മക്കളെ നോക്കിക്കേ, നമുക്ക് 2 പ്രധാനപ്പെട്ട കിങ്ഡം ഉണ്ട്. 2 അല്ല, നിങ്ങൾ എന്തായാലും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഇവിടെ പറയുന്നത് 2 ആളെ കുറിച്ചാണ് അല്ലെ. 2 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കിങ്ഡം അനിമേലിയയും മറ്റൊന്ന് കിങ്ഡം പ്ലാന്റയും. അനിമേലിയയിൽ വരുന്നത് നമ്മുടെ ലോകത്തുള്ള എല്ലാ അനിമൽസും. ഓക്കെ, പ്ലാന്റയിൽ വരുന്നത് നമ്മുടെ ലോകത്തുള്ള എല്ലാ പ്ലാന്റ്സും. ഓക്കെ, അങ്ങനെ 2 കിങ്ഡം ഉണ്ട്. സോ എല്ലാ അനിമൽസ് ദാറ്റ് ബിലോങ്സ് ടു വേരിയസ് ഫൈലം ആർ അസൈൻഡ് ടു കിങ്ഡം അനിമേലിയ. ആൻഡ് പല ഡിവിഷനിൽ വരുന്ന പ്ലാന്റ്സിനെ നമ്മൾ അസൈൻ ചെയ്തിട്ടുള്ളത് കിങ്ഡം പ്ലാന്റയിലാണ് കേട്ടോ. പ്ലാന്റയിലാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. സോ ശരിക്കും പറഞ്ഞാൽ ഇതോടുകൂടി നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഈ ചാപ്റ്ററിൽ വരേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ടേബിൾ കൂടിയുണ്ട്. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് ഈ ടാക്സോണമിക് ഹയറാർക്കി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഓരോന്നും ഓരോ ടാക്സോണമിക് കാറ്റഗറി, ടാക്സ അല്ലെങ്കിൽ റാങ്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സിംഗുലർ ടാക്സോൺ ആൻഡ് പ്ലൂറൽ ടാക്സ. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് നമ്മള് സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഡിക്രീസ് ചെയ്യും. കിങ്ഡത്തിൽ നിന്ന് സ്പീഷീസിലേക്ക് വരുന്നതിനനുസരിച്ച് കോമൺ ക്യാരക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതും എക്സാമിന് അതുപോലെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം കാറ്റഗറി എത്രത്തോളം ഹയർ ആണോ അത്രത്തോളം നമുക്ക് ഓർഗാനിസംസിന്റെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, യെസ്. കാരണം കോമൺ ക്യാരക്ടേഴ്സ് വരുന്നത് ഏറ്റവും താഴത്തെ ടാക്സോണിലാണ്. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ടേബിള്. ഈ ഒരു ടേബിള് വെരി 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 ഇമ്പോർട്ടന്റ്. ആർക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ്?
നീറ്റുകാർക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ബോർഡ് എക്സാമിനും ഇമ്പോർട്ടന്റ് ആണ്. ബോർഡ് എക്സാമിന് ഞാൻ വേണമെങ്കിൽ എടുത്തു പറയാം, മാനും ഹൗസ് ഫ്ലൈയും ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നീറ്റിനാണെങ്കിൽ 4 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ലോകത്ത് എത്രയോ അധികം ഓർഗാനിസംസ് ഉണ്ട്. അതിൽ 4 ആൾക്കാരുടെ ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ചുള്ള വിവരം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അതെങ്ങനെയും നിങ്ങൾ പഠിക്കണം, കാരണം എക്സാമിന് ചോദ്യം ചോദിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ കോമൺ നെയിം തന്നിട്ടുണ്ട്, ബയോളജിക്കൽ നെയിം തന്നിട്ടുണ്ട്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 അനിമൽസും പിന്നത്തെ 2 പ്ലാന്റ്സിന്റെയും ആണ് തന്നിരിക്കുന്നത് കേട്ടോ. മാന് ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് എന്താ നമ്മുടേത്? ഹോമോസാപ്പിയൻസ് ആണ്. ജീനസ് ഹോമോ ആണ്, സ്പീഷീസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാപ്പിയൻസ് ആണ്. സ്പീഷീസ് നെയിം ആണ് സാപ്പിയൻസ്. ഫാമിലി ഹോമിനിഡേ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് നമ്മൾ മാമൽസ് ആണ്, മെമ്മേലിയ, ഫൈലം കോഡേറ്റ, നോട്ടോ കോഡ് ഉള്ളത് കൊണ്ട് കോഡേറ്റ. ഹൗസ് ഫ്ലൈ മസ്ക ഡൊമസ്റ്റിക്ക ആണ് സയന്റിഫിക് നെയിം. ജീനസ് മസ്ക ഡൊമസ്റ്റിക്ക സ്പീഷീസ് നെയിം ആണ്. ഫാമിലി മസിഡേ, ഓർഡർ ഡിപ്റ്ററ, ക്ലാസ് ഇൻസെക്ട, ഫൈലം ആർത്രോപോഡ. അല്ലെ, ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമൽ കിങ്ഡം ആർത്രോപോഡ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഇൻസെക്ട്സ് ഓൺലി. അടുത്തതാണ് പ്ലാന്റ് മാംഗോ, മാഞ്ചിഫറ ഇൻഡിക്കയാണ് സയന്റിഫിക് നെയിം. ജീനസ് മാഞ്ചിഫറ ഇൻഡിക്ക സ്പീഷീസ് നെയിം. അനാകാർഡിയസി എന്ന് പറയുന്നതാണ് ഫാമിലി നെയിം. ഓർഡർ സാപ്പിൻഡെയിൽസ്, ക്ലാസ് ഡൈക്കോട്ടിലിഡണേ. അല്ലെ, അവരൊക്കെ ഡൈക്കോട്ട് പ്ലാന്റ് ആണ് മാംഗോ. പിന്നെന്താ? ആൻജിയോസ്പേം ആണ് അല്ലെ, ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വരുന്നതാണ്. സോ ഡിവിഷനസ് ആൻജിയോസ്പേം. വീറ്റ് സയന്റിഫിക് നെയിം ട്രൈറ്റിക്കം ഏസ്റ്റീവം, ജീനസ് ട്രൈറ്റിക്കം, ഫാമിലി പോയേസിയെ, ഓർഡർ പോയേൽസ്, ക്ലാസ് എന്താ? റൈസ്, വീറ്റ് ഒക്കെ എന്താ? മോണോകോട്ട് ആണ് അല്ലെ, മോണോകോട്ട് പ്ലാന്റ്സ് ആണ്, മോണോകോട്ടിലിഡണേ. ആൻഡ് ഡിവിഷനസ് ആൻജിയോസ്പേം. ഓക്കെ, സെറ്റ് ആയാലും. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. എങ്ങനെയെങ്കിലും എഴുതി വെച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. യെസ്, ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാലേ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഓർഡർ എപ്പോഴും ALES തീരുന്നത് എന്ന്, അതായത് എൻഡ് ചെയ്യുന്നത് എന്ന് കുട്ടികൾ ചോദിക്കാറുണ്ട്. കാരണം ഫാമിലി എയിൽ അവസാനിക്കുന്നു പറഞ്ഞത് കൊണ്ട് അവർക്ക് ഓർഡറിലും സംശയമുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല, ഓർഡറിൽ അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. കാരണം ഓർഡർ പ്രൈമേറ്റ, കാർണിവോർ ഒന്നും അങ്ങനെയല്ലല്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താൻ പാടില്ല. ചിലപ്പോൾ ഓപ്ഷൻസിൽ അത് കാണാറുണ്ട് കേട്ടോ. കഴിഞ്ഞു. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടടാ. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആയോ, ഓക്കെ ആയോ എന്നെനിക്ക് എന്താ പറയാ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ പറ്റുള്ളൂ, എന്നാലും എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ചാപ്റ്ററിന്റെ ലൈവ് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെ, അതേപോലെ തന്നെ PYQs ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് എനിക്ക് തോന്നുന്നു 1 മാർക്കിന്റെയും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാനൊരു സെഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയാൻ കാരണം ഇതിൽ നിന്ന് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമ്മൾ ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം. പല കുട്ടികളും ഈ ചാപ്റ്ററിൽ നിന്ന് ഇപ്പം എന്ത് ചോദിക്കാനെന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് പഠിക്കണം, ഇത് ഈ രീതിയിൽ പഠിക്കണം, ഈ ടേബിളൊക്കെ ഇങ്ങനെ പഠിക്കണം എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ, സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ആൻഡ് നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ അതിന്റെ മുന്നേ പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ NCERT കിട്ടിയ സ്ഥിതിക്ക് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, NCERT എടുക്കുക. ആൻഡ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തതൊക്കെ നിങ്ങളൊന്ന് വായിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ലൈൻ മുതൽ ലാസ്റ്റ് ലൈൻ വരെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ എപ്പോഴും ഒരു പ്രൈമറി റീഡിംഗ് മാത്രമേ കിട്ടുള്ളൂ. രണ്ടാമത്തതാണ് നമ്മുടെ സെക്കൻഡറി റീഡിംഗ്, അതായത് നിങ്ങൾ തലയിലേക്ക് എല്ലാം കയറുന്ന റീഡിംഗ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ വായിക്കാൻ. പെട്ടെന്നിട്ട് ഓടിച്ചിട്ട് വായിച്ചാലൊന്നും തലയിൽ അത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ ഇതിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. നമുക്കത് എന്ത് ചെയ്യാം, ഇനി വരാൻ പോകുന്ന സെഷൻസിലൊക്കെ നമുക്കത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നോമൻക്ലേച്ചറിന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ, ICBN, ICZN റൂൾസ്, പിന്നെ ക്ലാസിഫിക്കേഷനും ഈ ടേബിളും, ഇത് തന്നെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമ്പിൾസ് ഒക്കെ പഠിക്കുക. പിന്നെ KPC ഓഫ് GS ഒരിക്കലും തെറ്റാതെ എഴുതാനായിട്ട് പഠിക്കുക. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ എന്താണ്, കോമൺ ക്യാരക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, യെസ്, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. സോ MVSAT കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താ MVSAT? മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് 2023-24 അല്ലെ. അതായത് ഈ ഒരു വർഷം ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ 8ാം ക്ലാസ് മുതൽ, എത്രാം ക്ലാസ് ആണടാ, അതായത് നമ്മളെ കുഞ്ഞു പിള്ളേരല്ലേ, 8ാം ക്ലാസ് മുതൽ, യെസ്, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് മാത്രമല്ല നമ്മളെ നീറ്റ് JEE ആസ്പിറൻസിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്, അതായത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്തെങ്കിലും പൈസ മുടക്കണോ അല്ലെ? സ്കോളർഷിപ്പ് എക്സാം ഒക്കെ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് എങ്ങനെയാണ്, നമ്മൾ പണം കൊടുത്ത്
നമ്മൾ എന്ത് ചെയ്യും, ആ സ്കോളർഷിപ്പ് എക്സാം എഴുതും. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, അതായത് ഫ്രീ രജിസ്ട്രേഷൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ നമ്മളെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും MVSAT അതായത് രജിസ്ട്രേഷന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയറുക, എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ മറക്കാതെ രജിസ്റ്റർ ചെയ്യുക. ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, ഫ്രീ ആയിട്ട് എക്സാം എഴുതാം. ശരിക്കും പറഞ്ഞാൽ ഓഫ്ലൈൻ സെന്റേഴ്സ് ആണ് ഇന്ത്യ മുഴുവനും വരുന്നത്. പക്ഷേ ഓഫ്ലൈൻ സെന്റേഴ്സ് ഒന്നും നമ്മളെ കേരളത്തിൽ നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊരുക്കിയിട്ടുണ്ട്, ഓൺലൈൻ സെന്റേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാം. സോ ഡിസംബർ 2 മുതൽ 10 ഇടയിലാണ് നമ്മൾ ഈ ഒരു എക്സാം വെച്ചിരിക്കുന്നത്. അതായത് ഡിസംബർ 2 10 ഇടയിൽ ഏത് ദിവസം വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും, അതായത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു എക്സാം എഴുതാവുന്നതാണ്. സോ ടഫ് ക്വസ്റ്റ്യൻസ് ആണോ, ഈസി ക്വസ്റ്റ്യൻസ് ആണോ, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് തരാൻ പറ്റില്ലല്ലോ, കാരണം ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണല്ലേ. സോ നമ്മളൊരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഈ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. നമ്മളെ കേരളത്തിലെ എല്ലാ കുട്ടികളും ബ്രില്യൻ്റ് ആണ് അല്ലേ. സോ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്കോളർഷിപ്പ് നല്ല വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്കത് നേടാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഇത് എഴുതി കഴിഞ്ഞാൽ, അതായത് സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ത്യയിലുള്ള ഇഷ്ടംപോലെ കുട്ടികളോ കൂടിയാണ് അല്ലേ. സോ ആ ഒരു കോമ്പീറ്റൻസി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിലൂടെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. സോ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ എക്സാം കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാവും അല്ലേ. എന്താ ബെനിഫിറ്റ് എന്താണ്, അതായത് അപ് ടു 100% സ്കോളർഷിപ്പ് ഞങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പുറമേ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ 5 ദിവസം സ്പേസ് റിസർച്ച് സെന്ററിലൊക്കെ ട്രിപ്പ് അടിക്കുക കേട്ടോ. ഓൺലൈനായിട്ട് എഴുതുന്ന കുട്ടികളാണെങ്കിൽ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു റിവാർഡ് തരുന്നുണ്ട്. അതിന്റെ പുറമെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണത്, സ്മാർട്ട് വാച്ച്, ടെലസ്കോപ്പ്, ഡ്രോൺസ്, ഇങ്ങനെയുള്ള കുറേ അടിപൊളി സമ്മാനങ്ങളും ഈ സ്കോളർഷിപ്പിലൂടെ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ ചാൻസ് മിസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മിസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക, കസിൻസിനോടൊക്കെ പറയുക, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ MVSAT രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയാം. നിങ്ങളും രജിസ്റ്റർ ചെയ്യുക, ആൻഡ് മറക്കാതെ എക്സാം എഴുതുക. ഈ ഒരു ലോട്ടറി നിങ്ങൾ അങ്ങ് നേടുക. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക്. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട്. അപ്പൊ അവരിന്ന് പഠിക്കട്ടെ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ടാറ്റാ.